ഭരണഘടനയോട് അനാദരവ് കാട്ടും വിധം മന്ത്രി സജി ചെറിയാൻ പ്രസംഗിച്ചുവെന്ന കേസിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം ഹൈക്കോടതി നിരസിച്ചു. കേസിൽ പുനരന്വേഷണം ആവശ്യമില്ലെന്ന് കണ്ടെത്തിയ കോടതി തുടരന്വേഷണം മതിയെന്ന് വ്യക്തമാക്കി. മന്ത്രി പദവിയിലിരിക്കുന്ന ഒരാൾക്കെതിരെയായതിനാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ് ഉചിതമെന്ന് ഉത്തരവിൽ കോടതി വ്യക്തമാക്കുന്നുമുണ്ട്. സജി ചെറിയാൻ മന്ത്രി പദവി ഒഴിയണമെന്ന ആവശ്യത്തെ തള്ളുന്നതാണ് കോടതി ഉത്തരവിലെ ഈ പരാമർശം. അന്വേഷണ ഘട്ടത്തിൽ മന്ത്രിയായി തുടരുന്നതിന് ഒരു തടസ്സവുമില്ലെന്ന് കോടതി ഉത്തരവ് തന്നെ വ്യക്തമാക്കുമ്പോഴും പുതിയ സാഹചര്യം ആയുധമാക്കാനാണ് പ്രതിപക്ഷ നീക്കം. മുൻപ് രാജിവെക്കാനുണ്ടായ സാഹചര്യത്തിനേക്കാൾ ഗുരുതരമായ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. നിയമപരിശോധനയ്ക്ക് ശേഷം ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കേസിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കോടതി പോയിട്ടില്ലെന്നും കോടതി ഉത്തരവ് ലഭിച്ച ശേഷം നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി സജി ചെറിയാനും പറഞ്ഞു. പുതിയ അന്വേഷണവും നിയമവഴികളുമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് K അനിൽകുമാർ CPIM, അഡ്വക്കേറ്റ് സേനാപതി വേണു കോൺഗ്രസ്, M ജയചന്ദ്രൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. ഞാൻ കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് സേനാപതി വേണുവിൽ നിന്ന് തുടങ്ങാം. ശ്രീ അനിൽകുമാറും ശ്രീ M ജയചന്ദ്രനും ഈ ചർച്ചയിലേക്ക് എത്തുന്നുണ്ട്. ശ്രീ സേനാപതി വേണു, ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഹർജിക്കാരൻ്റെ ആവശ്യം CBI അന്വേഷിക്കണം എന്നുള്ളതായിരുന്നു. എന്ന് വെച്ചാൽ റീഇൻവെസ്റ്റിഗേഷൻ, പുനരന്വേഷണം എന്നുള്ളതായിരുന്നു. ഹൈക്കോടതി അത് നിരസിക്കുകയായിരുന്നു. തുടരന്വേഷണം എന്നുള്ളതിലാണ് കോടതി, അതായത് സംസ്ഥാന പോലീസ് നടത്തിയ അന്വേഷണത്തെ ക്രൈംബ്രാഞ്ച് തുടരന്വേഷണമായി മുന്നോട്ട് കൊണ്ടുപോകട്ടെ, അതിന് കോടതിയുടേതായിട്ടുള്ള ഒരു നിരീക്ഷണവും അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നുമുണ്ട്. ഇതേതെങ്കിലും മാത്രമല്ല, കേസിൻ്റെ ഉള്ളടക്കത്തിലേക്ക് അന്വേഷണ ഘട്ടവുമായി ബന്ധപ്പെട്ടാണ് കോടതി പരിശോധിച്ചിട്ടുള്ളത്. ആ ഒരു ഘട്ടത്തിൽ മന്ത്രി രാജിവെക്കണം എന്ന നിലയിലേക്ക് പ്രതിപക്ഷം ഇപ്പോൾ ഒരു സ്റ്റാൻഡ് എടുക്കുന്നത് അതൊരു തിടുക്കത്തിലുള്ള ഒരു നിലപാടിനപ്പുറം മറ്റെന്താണ്? ശരത്തെ, ഇതിൻ്റെ അകത്ത് തുടർ അന്വേഷണം, പുനരന്വേഷണം എന്നുള്ളത് അത് നിയമത്തിലെ വെറും സാങ്കേതികത്വം മാത്രമാണ്. അതായത് ക്രിമിനൽ നടപടി നിയമത്തിലെ 172 അതിൻ്റെ സബ്സെക്ഷനുകളാണ് ഒരു കുറ്റകൃത്യത്തിലെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ. അപ്പോൾ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ കോടതിക്ക് അത് സ്വീകരിക്കാം, അല്ലെങ്കിൽ നിരാകരിക്കാം. അത് സ്വീകരിക്കുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ നടപടികൾ അവിടെ കൊണ്ട് പൂർത്തീകരിക്കുന്നു. നിരാകരിക്കുകയാണെങ്കിൽ കോടതിക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, അങ്ങ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ തുടർ അന്വേഷണം നടക്കുക, അതല്ല എങ്കിൽ അന്വേഷണം അല്ലെങ്കിൽ പുനർ അന്വേഷണം എന്നുള്ളത്. അപ്പോൾ ഇതിൽ സാങ്കേതികമായിട്ടുള്ള ഒരു പദം ഉപയോഗിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇവിടെ ഈ കേസിന്റെ മെറിറ്റ് അവിടെയല്ല. അതിലൊരു പെശകുണ്ട് ശ്രീ സേനാപതി. കാരണം എങ്ങനെയാണ് ഹൈക്കോടതിയിൽ ഇത് വരുന്നത്? ഹൈക്കോടതിയിൽ ഒരു ഹർജിക്കാരൻ ഈ ആവശ്യവുമായി മുന്നോട്ട് പോയപ്പോഴാണ് ആ ഹർജിക്കാരൻ്റെ പ്രധാനപ്പെട്ട പ്രയർ എന്താണ്? ഈ കേസിൽ പുനരന്വേഷണം വേണം. ആ പുനരന്വേഷണത്തിന് ഏജൻസിയും ഹർജിക്കാരൻ സജസ്റ്റ് ചെയ്യുന്നു, അത് CBI ആണ്. അവിടെയാണ് കോടതി പറഞ്ഞത് ഈ കേസിൽ ഒരു പുനരന്വേഷണം, റീഇൻവെസ്റ്റിഗേഷൻ വേണ്ടതുണ്ട് എന്ന് കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ CBI എന്ന വാദം അതിലെ പ്രധാനപ്പെട്ട പ്രയർ നിരസിക്കുന്നു. പകരം ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളതാണ്. വളരെ സ്പെസിഫിക്കായി ജഡ്ജ്മെന്റിൽ ആ ഭാഗം വിശദീകരിക്കുന്നുണ്ട്. കേൾക്കൂ, എങ്ങനെയാണ് ഇത് ഹൈക്കോടതിയിൽ എത്താനുള്ള സാഹചര്യം? അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. 3/7/2022 മന്ത്രി ഈ രീതിയിൽ ഭരണഘടനയെ ആക്ഷേപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവഹേളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഭരണഘടനയോട് ബഹുമാനം കാണിക്കാത്ത രീതിയിലുള്ള പ്രസംഗം നടത്തിയത്. ഈ പ്രസംഗത്തെ തുടർന്ന് ഇപ്പോഴത്തെ ഹർജിക്കാരൻ അദ്ദേഹം ഈ പ്രദേശം ഉൾപ്പെടുന്ന കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. പരാതി പോലീസ് അന്വേഷിച്ചില്ല. ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തിരുന്നു, പോലീസ് അന്വേഷിച്ചില്ല. അതിനുശേഷം അദ്ദേഹം കോടതിയിൽ നേരിട്ട്, അതായത് ക്രിമിനൽ നടപടി നിയമത്തിന്റെ 156(3) പ്രകാരം, അതിന് ക്രിമിനൽ നടപടി നിയമം 190, 200 വകുപ്പുകൾ പ്രകാരമാണ് ഹർജി സമർപ്പിക്കുന്നത്. ആ ഹർജി സമർപ്പിക്കുമ്പോൾ അതിന് ഉത്തരവിടുന്നത് 156(3) പ്രകാരം സ്ഥലം SHOയ്ക്ക്, അതായത് പോലീസ് സബ് ഇൻസ്പെക്ടർക്ക് കോടതി അന്വേഷിക്കാനായി ഉത്തരവ് കൊടുത്തിരുന്നു. അങ്ങനെ ഉത്തരവിന്റെ പ്രകാരമാണ് ക്രൈം 600 എന്ന് പറയുന്ന ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അപ്പൊ ഈ കേസിനെ കുറിച്ച് കോടതിയുടെ ഉത്തരവ് പ്രകാരം, ഏത് കോടതിയുടെ? തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് പ്രകാരം കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷന്റെ സബ് ഇൻസ്പെക്ടർ അദ്ദേഹം ഈ കേസിനെ കുറിച്ച് അന്വേഷിച്ചതിന് ശേഷം ക്രിമിനൽ നടപടി നിയമത്തിന്റെ 173(2) പ്രകാരം അദ്ദേഹം ഒരു അന്തിമ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരു കുറ്റകൃത്യം നടന്നിട്ടില്ല, കുറ്റകൃത്യം നടക്കാത്തത് കൊണ്ട് ഈ കേസ് ഇവിടെ പോലീസിന് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ്, കോടതിക്ക് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് ഒരു അന്തിമ റിപ്പോർട്ടാണ്
SHO അല്ലെങ്കിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കീഴുവായ്പൂര് ബഹുമാനപ്പെട്ട തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്തത്. അപ്പം തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി അത് അക്സെപ്റ്റ് ചെയ്യുകയും ആ കേസിന്റെ തുടർ നടപടികൾ അവസാനിക്കുകയും ചെയ്തു. അതായത് റഫർ ചാർജ് എന്ന് സാങ്കേതികമായിട്ട് പറയുന്ന ആ റഫർ ചാർജ് കോടതിയിൽ കൊടുത്തു, അത് അംഗീകരിക്കുകയും ചെയ്തു. ആ റഫർ ചാർജ് കോടതിയെ അംഗീകരിച്ചതിനെതിരെയാണ് ഇപ്പൊ ഈ ഹർജി വന്നിരിക്കുന്നത്. മനസ്സിലായി. അതായത് തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്ത ഹർജി പോലീസിനോട് അന്വേഷിക്കാൻ പറയുകയും അന്വേഷിച്ച പോലീസ് ഇതിന്റെ അകത്ത് 29-39 സാക്ഷികളെ കണ്ട് ചോദിച്ചതിൽ നിന്ന് ഭരണഘടനയെ അവഹേളിക്കുന്നതായ കാര്യങ്ങളില്ല എന്നുള്ളത് കൊണ്ട് ഇതിനകത്ത് മറ്റ് തെളിവുകളോ കാര്യങ്ങളോ ഇല്ല, അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്, ആ റഫർ റിപ്പോർട്ടിനെതിരെയാണ്. അതായത് കോടതി ഈ കേസ് റഫർ ചെയ്തത് അത് ശരിയായിട്ടില്ല, അതുകൊണ്ട് ഇത് ഇനി വീണ്ടും അന്വേഷിക്കണം. അത് തുടരന്വേഷണമാകാം, പുനരന്വേഷണമാകാം. അന്വേഷിക്കുമ്പോൾ ഹർജിക്കാരന്റെ പ്രയർ എന്താണ്? ഈ കേസ് അന്വേഷിക്കുന്ന ഘട്ടത്തിൽ മുമ്പ് അന്വേഷിച്ചത് SHO ആണ് അല്ലെങ്കിൽ പോലീസാണ്. അത് മന്ത്രി കൂടി ഉൾപ്പെടുന്ന മന്ത്രിസഭയ്ക്ക് കീഴിൽ വരുന്നോ ഗവൺമെന്റിന് കീഴിൽ വരുന്നോ ആയ പോലീസ് ആയതുകൊണ്ട് അവരുടെ അന്വേഷണത്തിൽ ഇത് തെളിയുകയില്ല. അപ്പോ ഇദ്ദേഹം ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത് മറ്റൊരു ഏജൻസി CBI അന്വേഷിക്കണം എന്നാണ്. ഏതായാലും ബഹുമാനപ്പെട്ട ബെച്ചു കുര്യൻ ഓണറബിൾ ജസ്റ്റിസ് CBI അന്വേഷിക്കണം എന്നുള്ള വാദഗതി അംഗീകരിച്ചില്ല. മറിച്ച് കോടതി ഇത് അക്സെപ്റ്റ് ചെയ്ത്, ഏത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കീഴ്വായ്പൂർ SHO കൊടുത്ത റഫർ റിപ്പോർട്ട് അക്സെപ്റ്റ് ചെയ്ത നടപടി ശരിയായിട്ടില്ല എന്നും ഇതിന്റെ അകത്ത് കൃത്യമായി അന്വേഷണം നടന്നിട്ടില്ല എന്നും അതുകൊണ്ട് അന്വേഷണം സ്റ്റേറ്റ് ക്രൈം ബ്രാഞ്ച് DGPയുടെ നേതൃത്വത്തിൽ സത്യസന്ധനായ കഴിവുള്ള അല്ലെങ്കിൽ പ്രഗത്ഭനായ ഒരു അഭിഭാഷകനെ വെച്ച് നടത്തണം എന്ന് കോടതി ഉത്തരവിടുമ്പോൾ ഇനി സ്വാഭാവികമായി മന്ത്രിയുടെ മുമ്പിലുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ഭരണഘടനയെ അവഹേളിച്ചു എന്നുള്ള കുറ്റകൃത്യം അത് പ്രഥമ ദൃഷ്ടിയാൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് മന്ത്രി രാജിവെക്കുകയല്ലാതെ ഇപ്പോൾ മന്ത്രിക്ക് മുമ്പിൽ മറ്റൊരു വഴിയും ഇല്ല എന്നുള്ളത് സേനാപതിയിലേക്ക് വരാം. എനിക്ക് പറയാം. ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് അനിൽകുമാർ, ഇതിലൊരു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച അതിൻ്റെ ഒരു ഭാഗമാണ് ഹൈക്കോടതിയിലേക്ക് ഹർജിക്കാരൻ പോയപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന പോലീസ് നടത്തി കൊടുത്ത അന്വേഷണ റിപ്പോർട്ടിൻ്റെ അന്വേഷിച്ച് കണ്ടെത്തി കൊടുത്ത റിപ്പോർട്ട് കോടതി അംഗീകരിച്ചു, മജിസ്ട്രേറ്റ് കോടതി അംഗീകരിച്ചു, തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി അംഗീകരിച്ചു. അതിനെതിരെയാണ് പോയിട്ടുള്ളത്, അതൊക്കെ വസ്തുതയാണ്. പക്ഷേ അവിടെ വെച്ചൊരു പ്രധാനപ്പെട്ട ആവശ്യം, ഇതിലൊരു പുനരന്വേഷണം വേണം. ആ പുനരന്വേഷണം നടത്തേണ്ടത് രാജ്യത്തെ CBI ആണ്. കോടതി അത് നിരാകരിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. ഏതാണ്ട് അവിടെ അദ്ദേഹം എത്തി. പക്ഷേ അതിൻ്റെ മറുഭാഗം എങ്ങനെയാണ് മന്ത്രിക്ക് മുമ്പിൽ ഒരു ബുദ്ധിമുട്ടായി വന്നു നിൽക്കുന്നത് എന്നുകൂടിയാണ് ഇവിടെ സേനാപതി വേണു പറഞ്ഞു വെച്ചത്, അവതരിപ്പിച്ചത്. ഞാൻ ഒരു വാചകം, ഇന്ന് പ്രതിപക്ഷ നേതാവ് ഇതേക്കുറിച്ച് പറഞ്ഞത്, മുൻപ് ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുൻപ് രാജിവെച്ച ആളാണ്. അപ്പോൾ മുൻപ് രാജിവെക്കാനുണ്ടായ സാഹചര്യത്തെക്കാൾ ഗുരുതരമായ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന നിലയിലാണ് പ്രതിപക്ഷ നേതാവ് ഇതിനോട് പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോൾ ഇക്കാര്യത്തിൽ രാജി ഡിമാൻഡ് ചെയ്യുന്നത്. സേനാപതി വേണുവും പറഞ്ഞത് കേട്ടല്ലോ. മാധ്യമങ്ങളാകെ മന്ത്രിക്ക് തിരിച്ചടി എന്ന നിലയിലേക്ക് ഉച്ച മുതൽ ഈ വിഷയത്തെ സമീപിക്കുകയും ചെയ്യുന്നുണ്ട്. ശ്രീ അനിൽകുമാർ. ഇവിടെ ഇന്നത്തെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവിൽ ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ ഒരു കക്ഷിയല്ല എന്നത് നാം മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ 17 പേജുള്ള ഉത്തരവിലെ ഒരു കാര്യങ്ങളും ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹത്തിൻ്റെ വാദം അവതരിപ്പിക്കുകയോ കോടതി അത് മനസ്സിലാക്കുകയോ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലുള്ളതല്ല. അതിസാങ്കേതികത്വം നിറഞ്ഞ നിയമപരമായ ഒരു പരിശോധനയുടെ ഭാഗമായിട്ടുണ്ടായ ഉത്തരവാണത്. ആ ഉത്തരവും അന്തിമമല്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് മന്ത്രി രാജിവെക്കേണ്ടതില്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ്. ഒരു മന്ത്രി തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട കേസിലെ എതിർകക്ഷി എന്നതുകൊണ്ട് ആ കേസാണ് റഫർ റിപ്പോർട്ട് കൊടുത്ത് അവസാനിപ്പിക്കുന്നതിലേക്ക് പോലീസ് എത്തി എന്നതുകൊണ്ട് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അന്വേഷിക്കേണ്ടതില്ല. അതിനു മുകളിൽ ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു പ്രത്യേക സംഘമാണ് അന്വേഷിക്കേണ്ടത്. കാരണം മന്ത്രിയാണ് എതിർസ്ഥാനത്ത്. മന്ത്രിയുടെ പരാമർശമാണ് വിമർശന വിധേയമാകുന്നത്. നിയമപരമായി അതിൽ ക്രിമിനൽ കുറ്റമുണ്ടോ എന്ന പരിശോധനയ്ക്ക് വിധേയമാകുന്നത്. ഇവിടെ ഈ പരാമർശങ്ങളുടെ അനുചിതമായ ഘടകങ്ങളെക്കുറിച്ച് സ്വയം ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സജി ചെറിയാൻ രാജിവെക്കാനുള്ള അനുവാദം തേടുകയും രാജിക്കത്ത് സമർപ്പിക്കുകയും ചെയ്തത്. അപ്പോൾ ഒരു പ്രസംഗമുണ്ടായപ്പോൾ ആ പ്രസംഗത്തിനകത്ത് ഉദ്ദേശിക്കാത്ത തരത്തിൽ വ്യാഖ്യാനിക്കാവുന്ന, ദുരർത്ഥങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ വ്യാഖ്യാനിക്കാവുന്ന ചില വാചകങ്ങൾ വന്നു പോയിട്ടുണ്ട്. അത് സ്വയം ഒരു തിരുത്തലിൻ്റെ ഭാഗമായി അദ്ദേഹം രാജിവെക്കുകയുണ്ടായി.
അത് ഏതെങ്കിലും ക്രിമിനൽ കേസിൻ്റെ ഭാഗമായി ഉണ്ടായ അനിവാര്യ നടപടിയല്ല. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞ പ്രസ്താവന രാഷ്ട്രീയ പ്രേരിതമാകുന്നത് സജി ചെറിയാൻ രാജിവെച്ചത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോടതി പരാമർശത്തിൻ്റെ പേരിലോ ക്രിമിനൽ നടപടിയുടെ പേരിലോ അല്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അദ്ദേഹം വീണ്ടും രാജിവെക്കേണ്ടതായ തരത്തിൽ ഒരു തരത്തിലുമുള്ള പരാമർശം കോടതിയുടെ ഭാഗത്തുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, സാധാരണ കോടതികൾ ചെയ്യാത്തതുപോലെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇത് പുനരന്വേഷണത്തിൻ്റെ പ്രശ്നമില്ല. ദർ ഈസ് നോ ക്വസ്റ്റ്യൻ ഓഫ് റീഇൻവെസ്റ്റിഗേഷൻ. 18-ാം വകുപ്പിൽ പറയുന്നതാണ്. ദർ ഈസ് നോ ക്വസ്റ്റ്യൻ ഓഫ് റീഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ നിലവിൽ ഇത് റെഫർ ചെയ്തിട്ടുള്ള SHOയുടെ റിപ്പോർട്ട് അട്ടിമറിച്ചുകൊണ്ട് ഇത് പുനരന്വേഷണത്തിലേക്ക് പോകേണ്ടതില്ല. ആകെ ചെയ്യേണ്ടത് എന്താണ്? തുടരന്വേഷണം നടത്തേണ്ടതുണ്ട്. ആ തുടരന്വേഷണം നടത്തുന്ന ഘട്ടത്തിൽ ആദ്യം റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുമ്പോൾ ഫോറൻസിക് പരിശോധനാ ഫലമടക്കമുള്ള കാര്യങ്ങൾ അത് ഉൾച്ചേർത്തിരുന്നില്ല. അതുകൂടി പരിശോധിക്കുമ്പോൾ മാത്രമാണ് പൂർണ്ണത കൈവരിക്കാനാവുന്നത്. അതുകൂടി സാധ്യമാക്കുന്ന വിധം ഒരു തുടരന്വേഷണത്തിലേക്ക്, ഫർദർ എൻക്വയറിയിലേക്ക് പോവുക എന്നത് ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഹൈക്കോടതി പ്രത്യേകമായി വിധിച്ചത് മന്ത്രിസ്ഥാനത്ത് അദ്ദേഹം തുടരുക തന്നെയാണ് വേണ്ടത് എന്ന കോടതിയുടെ ആ കോടതിയുടെ ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചപ്പോൾ കോടതിയുടെ ആത്മഗതത്തിൻ്റെ പ്രകാശനമാണ് ആ വിധിയിലെ ആ വാചകം. ഇല്ലെങ്കിൽ കോടതി അങ്ങനെ എഴുതില്ല. ഇദ്ദേഹം മന്ത്രിയായതുകൊണ്ട് SHO നിലവാരത്തിൽ അന്വേഷിച്ചാൽ പോരാ. അതുകൊണ്ട് ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ മന്ത്രിസ്ഥാനം ഒഴിയണമെന്നല്ല, മന്ത്രിസ്ഥാനത്തിരുന്നുകൊണ്ട് തന്നെ പരിശോധനയാകാം എന്നാണ് കോടതിയുടെ കാഴ്ചപ്പാട്. അവിടെ ശ്രീ അനിൽകുമാർ, നിങ്ങൾക്ക് ഭരണഘടനയെക്കുറിച്ച് വിമർശനങ്ങളാണ്. ഒരു നിമിഷം താങ്കളോട് തന്നെയാണ്. അതായത് താങ്കൾ ഈ പറഞ്ഞതുപോലെ ഈ കേസിൻ്റെ മെറിറ്റിലേക്ക്, നമ്മൾ സാധാരണ കേസിനെ അങ്ങനെയാണല്ലോ, കേസിൻ്റെ മെറിറ്റിലേക്ക് കോടതി പോയിട്ടില്ല. താങ്കൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കേസിൻ്റെ ലിസ്റ്റ് നോക്കിയാൽ ഈ ഹർജിക്കാരൻ കൊടുത്ത ഹർജിയിലെ എതിർകക്ഷികളിൽ ഒന്നിലും മന്ത്രി എന്ന നിലയിലോ വ്യക്തി എന്ന നിലയിലോ ഒന്നും സജി ചെറിയാൻ കക്ഷിയല്ല. അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പോയിട്ടുമില്ല. അത്രയും അത് സ്പഷ്ടമാണ്. പക്ഷേ അപ്പോൾ ഒരു പ്രശ്നം, പോലീസ് നടത്തിയ അന്വേഷണത്തെ കോടതി നിരാകരിക്കുന്നു എന്ന് വരുന്നുണ്ടല്ലോ, ഹൈക്കോടതി തന്നെ അതിനെ നിരാകരിക്കുന്നു എന്ന് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതാകെയും ഈ മന്ത്രി അടക്കം ഉൾപ്പെട്ട സംസ്ഥാന സർക്കാരിന് നേരിടേണ്ടി വരുന്നൊരു തിരിച്ചടിയായി കണ്ടുകൂടെ, വ്യാഖ്യാനിച്ചുകൂടെ, പറഞ്ഞുകൂടെ? ഒരിക്കലുമില്ല. അടച്ചിട്ട മുറിയിലാണ് ഇപ്രകാരം ഒരു സമ്മേളനം നടന്നത്. അതിൻ്റെ ചില ഭാഗങ്ങൾ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടു പോയി, അല്ലെങ്കിൽ ലൈവായിട്ട് നവമാധ്യമങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടു പോയി. അത് പൂർണ്ണമായി വീണ്ടെടുക്കാനായിട്ടില്ല. ആ ഭാഗങ്ങളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം പൂർണ്ണമായിട്ട് കേട്ടുകൊണ്ടാണോ കോടതി ഇത്തരമൊരു ചിന്തയിലേക്ക് എത്തേണ്ടത്? അതിന് പൂർണ്ണമായ പ്രസംഗം വേണ്ടേ? നിങ്ങൾ 1.5 മണിക്കൂർ നേരം പ്രസംഗിക്കുന്നതിനിടയിൽ പല കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ആ പരാമർശത്തിൻ്റെ ഒരറ്റത്ത് ഒരു വാചകം മാത്രം എടുത്തിട്ട് അതിൻ്റെ ഭാഗമായി മാത്രം ഈ ഉത്തരവിൽ 2-ാം പാരഗ്രാഫിൽ പറയുന്ന പോലെ ഭരണഘടനയോട് അനാദരവുണ്ടായി എന്ന് തോന്നുന്ന ഒരു നിലവാരത്തിലേക്ക് എത്തണമെങ്കിൽ ആ പ്രസംഗം മുഴുവൻ കേൾക്കണം. ആ പ്രസംഗം ആരെങ്കിലും റെക്കോർഡ് ചെയ്തോ? അത് ലഭ്യമായിട്ടില്ല. 2 മാധ്യമ പ്രവർത്തകരുടെ തെളിവെടുത്തിട്ടില്ല എന്ന് പറയും. മാധ്യമപ്രവർത്തകരാരും കേട്ടിട്ടുള്ളവരല്ല. മറ്റൊരാൾ പറഞ്ഞോ, ഏതെങ്കിലും മാധ്യമങ്ങൾ അല്ലെങ്കിൽ നവമാധ്യമങ്ങൾ കേട്ട് പറയുന്നതാണ്. അത് സംബന്ധിച്ച് കോടതിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ പരിശോധന വേണം. ആ പരിശോധനകൾ നടത്തുന്നതിന് ഫോറൻസിക് സയൻസിന്റെ സഹായത്തോടു കൂടി നടത്തേണ്ടതുണ്ട് എന്ന് കോടതി പറയുന്നതിന് ആർക്കാ തർക്കം? അല്ല, അപ്പോൾ അങ്ങനെയാണെങ്കിൽ പരിശോധന ഒരു തർക്കം ഉയരുന്നത്, അല്ലെങ്കിൽ ഒരു വിമർശനം ഉയരുന്നത്, ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ച് അതിൻ്റെ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ എങ്ങനെയാണ് തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് ഇതിൽ ഒരു തുടർന്ന് അങ്ങോട്ടൊരു കേസെടുക്കാൻ സ്കോപ്പില്ലാത്ത വിധം ഒരു റഫർ റിപ്പോർട്ട് പോകുന്നത് എങ്ങനെയെന്നൊരു ചോദ്യം അപ്പോൾ വരില്ലേ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന്? അതിന് ലഭ്യമായ കാര്യങ്ങൾ അപൂർണമാണെങ്കിൽ അത് ഫോറൻസിക് പരിശോധനയ്ക്ക് പോയാലും ആ അപൂർണമായ ഭാഗങ്ങൾ വെച്ച് നിങ്ങൾക്ക് ക്രിമിനൽ ഇൻറ്റൻഷൻ ഉണ്ടോ എന്ന് കാണാൻ പറ്റുമോ? ഒന്നാമത്തെ കാര്യം, ഭരണഘടനയെ നിരാകരിക്കുന്നതിന് വേണ്ടിയല്ല അപ്രകാരം ഒരു സമ്മേളനം നടന്നത്. ഭരണഘടനയെ ആദരിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. ആ ഭരണഘടന തകർക്കാൻ വേണ്ടി ഇന്ത്യ രാജ്യത്തെ ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ചാണ് പ്രസംഗത്തിൻ്റെ കുറേയേറെ ഭാഗം. അതേ ഭരണഘടന തന്നെ എങ്ങനെയാണ് ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് ധനസമ്പാദനത്തിന്, ഭരണകൂടത്തിന് തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ
ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഹീനമായ പ്രസംഗങ്ങൾ നടത്താൻ വേണ്ടി, ഹീനമായ മതവിദ്വേഷപരമായ പ്രസംഗങ്ങൾ നടത്താൻ വേണ്ടി മറയാക്കുന്നത്, അതിൻ്റെ ദൗർബല്യം, ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് നമ്മളൊരു സംഭാഷണം നടത്തുമ്പോൾ ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഭരണഘടനയെ മുച്ചൂടും ചുട്ടുകളയാൻ ശ്രമിച്ച് മനുസ്മൃതിയെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ മുമ്പുകാലത്ത് ഭരണഘടനയുടെ പോരായ്മകളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളല്ല ഊന്നൽ കൊടുക്കേണ്ടത് എന്ന രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ആ ഊന്നൽ അങ്ങനെ ആയിരുന്നില്ല വരേണ്ടത് എന്ന കാഴ്ചപ്പാടിൽ തന്നെയാണ് സജി ചെറിയാൻ സ്വയം ധാർമ്മികതയുടെ ഭാഗമായി രാജിവെച്ചത്. ഒരു കാര്യത്തിലുണ്ടായ ഒരു പിശക് സ്വയം അംഗീകരിച്ച് അദ്ദേഹം രാജിവെച്ച് കഴിഞ്ഞാൽ ധാർമ്മികമായി ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹം ആ കാര്യത്തിൽ ജനസമക്ഷം അക്കാര്യം ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. ഇനി ഇക്കാര്യത്തിൽ നിയമപരിശോധനയാണ്. ആ നിയമപരിശോധനയിൽ ഇന്നേ വരെ, ഈ നിമിഷം വരെ സജി ചെറിയാന് മന്ത്രിസ്ഥാനം വഹിക്കുന്നതിന് അയോഗ്യതയുള്ള ഒരു നിയമപരമായ കണ്ടെത്തലും ഒരു വേദിയിലും ഉണ്ടായിട്ടില്ല. പിന്നെ മുഖ്യമന്ത്രി തന്നെ രാജിവെക്കണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവിന് വേറൊരു മന്ത്രി രാജിവെക്കണമെന്ന് പറയാൻ അവകാശമൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ തന്നെ ആഭ്യന്തര കാര്യങ്ങൾ പറയുന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരായിട്ടല്ല, സജി ചെറിയാനായിട്ടല്ല, സ്വന്തം പാർട്ടിയിലെ നേതാക്കൾക്കെതിരായി തന്നെയാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പിന്നാലെ കാണാം. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജയചന്ദ്രൻ, ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് കീഴ്വായ്പൂർ പോലീസിൽ രജിസ്റ്റർ ചെയ്ത കീഴ്വായ്പൂർ പോലീസ് നടത്തിയ അന്വേഷണം, അതേ തുടർന്ന് പോലീസ് അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ, തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചു. ഇതിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന കേസുകൾ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന നിലയിലുള്ള ആ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചു, മജിസ്ട്രേറ്റ് കോടതി അംഗീകരിച്ചു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആ അന്വേഷണ റിപ്പോർട്ട് സ്വാഭാവികമായും ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ പരിശോധിച്ചിരിക്കാൻ ഇടയുണ്ട്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഈ അന്വേഷണത്തിൽ ഇപ്പോൾ ശ്രീ അനിൽകുമാർ പറഞ്ഞൊരു ഭാഗമുണ്ട്, ഇതിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു ഭാഗം, ആ പ്രസംഗം പൂർണ്ണമായി പരിശോധിച്ച് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് പോകാൻ കഴിയൂ. പക്ഷേ ആ അന്വേഷണം, പോലീസ് നടത്തിയ അന്വേഷണം, വിശദമായ മൊഴിയെടുപ്പ്, സാക്ഷികളുടെ മൊഴിയെടുക്കൽ പോലെയുള്ള കാര്യങ്ങൾ, സാക്ഷികളെ ചേർക്കൽ ഒക്കെ ചേർത്ത് പരിശോധിച്ച് ഈ അന്വേഷണം മുന്നോട്ട് പോയിട്ടുണ്ടോ? പോലീസ് അതാണ് കോടതികളിൽ വിശദീകരിച്ചത്. ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിലാവട്ടെ, ഹൈക്കോടതിയിൽ പോയപ്പോൾ പക്ഷേ കോടതി ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അല്ല മന്ത്രിക്കെതിരെ അന്വേഷണം നടത്തേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. പോലീസ് വിശദമായി മൊഴിയെടുത്ത് പ്രാഥമികമായി ചെയ്യാൻ കഴിയുന്ന നിലയിലുള്ള ഒരു അന്വേഷണം പ്രാഥമിക തലത്തിൽ കേരള പോലീസ് ഇക്കാര്യത്തിൽ നടത്തിയിട്ടുണ്ടോ? താങ്കളുടെ ബോധ്യത്തിൽ എന്താണ് അറിയാവുന്നത്? സജി ചെറിയാൻ ഒരു തവണ ധാർമ്മികതയുടെ പേരിൽ, നിയമപരമായല്ല, ഒരു കോടതിയും പറഞ്ഞിട്ടില്ല, ധാർമ്മികതയുടെ പേരിൽ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് രാജിവെച്ചത്. ഒരാൾക്ക് 2 പ്രാവശ്യം ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിവെക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഉണ്ടെന്ന് കോടതി പറയുന്നില്ല, ഹൈക്കോടതി എന്ന് പറഞ്ഞിട്ടില്ല, വേറൊരു കോടതി നേരത്തെയും പറഞ്ഞിട്ടില്ല. എങ്കിലും ഹൈക്കോടതി ഈ കേസിൽ സാങ്കേതികത്വമാണ് കൂടുതൽ ആശ്രയിച്ചിരിക്കുന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയായി നമുക്ക് മുമ്പിൽ അടിവരയിട്ട് കാണിക്കാവുന്നത് ഈ പ്രസംഗത്തിൽ, സജി ചെറിയാൻ്റെ പ്രസംഗത്തിൽ SHO, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ, ജേർണലിസ്റ്റുകളുടെ, അവിടെ ജേർണലിസ്റ്റുകളുടെ മൊഴി എടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പിന്നീട് സോഷ്യൽ മീഡിയയിൽ വന്നത് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടവരുടെ മൊഴി എടുത്തിട്ടില്ല. അങ്ങനത്തെ സംഭവം അവിടെ ഇല്ല. കാര്യം ഇൻഹൗസ് ആയിട്ടുള്ള പരിപാടിയാണ്, ജേർണലിസ്റ്റുകൾ അവിടെ ആരും വിളിച്ചിരുന്നില്ല. അതൊക്കെ കോടതി ഇനി ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. കോടതി അങ്ങനെയാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രിയ സുഹൃത്ത് ശ്രീ സേനാപതി വേണു തെറ്റായി കോട്ട് ചെയ്തൊരു കാര്യമുണ്ട്. സാങ്കേതികത്വമാണ് ഇതിൻ്റെ അകത്ത് പുനരന്വേഷണവും തുടരന്വേഷണവും എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയല്ല, ഇതിൽ വ്യക്തമായും കോടതി പറയുകയാണ്, റീഇൻവെസ്റ്റിഗേഷൻ നോട്ട് ടു ബി ഓർഡേർഡ് ഓൺലി ഇൻ എക്സെപ്ഷണൽ കേസസ് എന്ന് 15-ാം പേജിൽ 21-ാമത്തെ ഖണ്ഡികയിൽ പറയുകയാണ്. ഇറ്റ് വൈപ്സ് അവേ ദ ഏർലിയർ ഇൻവെസ്റ്റിഗേഷൻ, നോ സർക്കംസ്റ്റാൻസ് എക്സിസ്റ്റ് ടു ഓർഡർ എ റീഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുനരന്വേഷണത്തിൻ്റെ യാതൊരു ആവശ്യകതയുമില്ല. അത് മുൻപുണ്ടായിരുന്ന അന്വേഷണത്തിനെ അപ്പാടെ തള്ളിക്കളയുകയാണ്, മായ്ച്ചു കളയുകയാണ്. ഇവിടെ വേണ്ടത് ഒരു തുടരന്വേഷണമാണ്. അത് ക്രൈംബ്രാഞ്ച് നടത്തണം. എന്തുകൊണ്ട് ക്രൈംബ്രാഞ്ച്? അത് അതിൻ്റെ സത്തയിൽ ഈ കോടതി വിഷയങ്ങളാകെ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ട് പരിശോധിക്കുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ. അതിൻ്റെ സത്തയിൽ മന്ത്രി സജി ചെറിയാൻ ആ സ്ഥാനത്ത് തുടരുന്നതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള അധാർമികത പോലും ഉണ്ടെന്ന് പറയുന്നില്ല. നിയമപരമായി തെറ്റെന്നല്ല,
അധാർമികത പോലും ഉണ്ടെന്ന് കോടതി പറയുന്നില്ല. അപ്പോൾ പിന്നെ വേണ്ടത് എന്താണ്? ആ ധാർമ്മികതയുടെ പേരിൽ അദ്ദേഹം അവിടെ ഭരിക്കുമ്പോൾ തന്നെ, മന്ത്രിയായിട്ട് തുടരുമ്പോൾ തന്നെ അന്വേഷിക്കുന്നത് ഈ സാധാരണ SHOയേക്കാളും മുതിർന്ന സ്റ്റേച്ചറുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം. അത് ക്രൈംബ്രാഞ്ച് തന്നെ അന്വേഷിക്കണം. അതിന് ഇൻ്റഗ്രിറ്റിയുള്ള ഓഫീസർ അന്വേഷിക്കണം എന്ന് DGPക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് ഹൈക്കോടതി ഇന്ന് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് മറ്റേ തിരുവല്ല കോടതിയുടെ വിധി പിന്നെ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല, റോങ് ആണെന്ന് തന്നെ പറഞ്ഞത്, ഇറ്റ് വാസ് റോങ് എന്ന് തന്നെ ഈ കോടതി ഉത്തരവ് പറയുകയാണ്. എന്തുകൊണ്ട്? അതിന് കോടതി പറയുന്ന ന്യായം ശരിയായിട്ട് തന്നെ പറയുന്നു. ഈ പറയുന്ന എവിഡൻസുകൾ പരിശോധിച്ചിട്ടില്ല, സാക്ഷിമൊഴികൾ മാത്രമാണുള്ളത്. ശാസ്ത്രീയമായ പരിശോധന ഈ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ അല്ലെങ്കിൽ പെൻഡ്രൈവിൻ്റെ അതിൻ്റെ ശാസ്ത്രീയമായ പരിശോധന നടത്തിയിട്ടില്ല. അപ്പോൾ എന്താണ് പോലീസിൻ്റെ നിഗമനം? എന്താണ് ഡിവൈഎസ്പിയുടെ നിഗമനം? എന്താണ് അദ്ദേഹം പറയുന്നത്? സജി ചെറിയാൻ സമൂഹത്തിൽ കലഹമുണ്ടാക്കാനോ സ്പർദ്ധയുണ്ടാക്കാനോ ഭരണഘടനാ വിരുദ്ധമായിട്ടോ ഒന്നും പ്രസംഗിച്ചിട്ടില്ല. അദ്ദേഹം തൻ്റെ പ്രസംഗം എവിടെയും നിഷേധിച്ചിട്ടുമില്ല. ഇപ്പോഴും താനത് പ്രസംഗിച്ചതാണ് എന്ന് തന്നെയാണ് സജി ചെറിയാൻ പറയുന്നത്. അപ്പോൾ ഒരു ശാസ്ത്രീയ പരിശോധനയുടെ ആവശ്യമില്ലാത്ത വിധം അദ്ദേഹത്തിൻ്റെ പ്രസംഗം ക്രിസ്റ്റൽ ക്ലിയറായി അദ്ദേഹം അക്നോളജ് ചെയ്യുന്നു, ഓൺ ചെയ്യുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഉദ്ദേശിച്ചത് ഈ പറയുന്ന വ്യാഖ്യാനത്തിൻ്റെ തരത്തിലുള്ളതല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വെർഷൻ. അപ്പോൾ നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ വെർഷൻ അദ്ദേഹം പറയുന്നത് പിന്നെ ഇതിൽ ശാസ്ത്രീയമായൊരു പരിശോധനയ്ക്ക് അയച്ച് എന്തെങ്കിലും പുതുതായി കണ്ടെത്തേണ്ട കാര്യമില്ല. മിനിസ്റ്റർ തന്നെ പറയുന്നു, ഞാനത് പറഞ്ഞിട്ടുള്ളത് തന്നെയാണെന്ന് വീണ്ടും ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം അത് അന്വേഷിക്കാൻ പോകാതിരുന്നത്. പക്ഷേ ഹൈക്കോടതി പറയുന്നു അത് പോരാ, ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ സംബന്ധിച്ചോളം അദ്ദേഹം അതിൻ്റെ എല്ലാ ഭാഗങ്ങളും അന്വേഷിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഹൈക്കോടതി ചില കേസുകളുടെ കാര്യവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ ഉത്തരവിൽ തന്നെ. അപ്പോൾ അതാണ് പ്രശ്നം. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എന്ന് പറയുന്നത് ഈ പറയുന്ന പിന്നെ ഓഡിയോ പരിശോധിക്കണം, വീഡിയോ പരിശോധിക്കണം, ശബ്ദസാമ്യങ്ങൾ, ശബ്ദം അടയാളപ്പെടുത്തണം, അത്തരം കാര്യങ്ങൾ രേഖാമൂലമുള്ള ശാസ്ത്രീയമായ തെളിവ് ആ സമ്പ്രദായത്തിൽ തന്നെ രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തന്നെ കോടതി പറയുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ ഈ മന്ത്രിക്കെതിരായ വിധിയോ സർക്കാരിനെതിരായ വിധിയോ ആയിട്ട് കോടതിയുടെ ഒരു നിരീക്ഷണം പോലും അവിടെ ഇല്ല. പിന്നിലെ ഉത്തരവിൻ്റെ ഭാഗമായിട്ട് വരുന്ന നിയമപരമായ പിന്നെ വാക്യങ്ങൾ നമ്മൾ പരതേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ പൊളിറ്റിക്കൽ ഡിമാൻഡ് മാത്രമാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്. പൊളിറ്റിക്കൽ ഡിമാൻഡിനനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്ന് സേനാപതി വേണുവിന് അറിയാത്തതാണോ? അല്ലെങ്കിൽ പിന്നെ ഒരു പ്രാക്ടീസിങ് ലോയർ ആയിരുന്ന ശ്രീ VD സതീശന് അറിയാത്തതാണോ? അല്ലല്ലോ. അപ്പോൾ അത് പൊളിറ്റിക്കൽ ഡിമാൻഡായിട്ട് തന്നെ നിലനിർത്താനുള്ളത് അവരുടെ രാഷ്ട്രീയ ആവശ്യമാണ്. അതിൻ്റെ അകത്ത് ഏതായാലും വീഴാൻ LDFും പിന്നെ സർക്കാരും തയ്യാറാവില്ല എന്നുള്ളത് സ്പഷ്ടമല്ലേ. അതുകൊണ്ട് തന്നെയാണ് പരിശോധിച്ചിട്ട് നിയമപരമായി പരിശോധിക്കേണ്ട കാര്യങ്ങൾ പരിശോധിച്ചിട്ട് ചെയ്യേണ്ടതുപോലെ ചെയ്യും എന്ന് ഗോവിന്ദൻ മാഷ് പറയുന്നത്. റൈറ്റ്. ഇവിടെ ശ്രീ സേനാപതി വേണു, താങ്കൾ നേരത്തെ ഈ പുനരന്വേഷണം, റീഇൻവെസ്റ്റിഗേഷനും അതുപോലെ തന്നെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ, തുടരന്വേഷണവും ഏതാണ്ട് വലിയ വ്യത്യാസങ്ങളില്ലാത്ത ഒന്നുപോലെയാണ് പറഞ്ഞു വെച്ചത്. അപ്പോൾ അതേക്കുറിച്ച് ഇപ്പോൾ ശ്രീ അനിൽകുമാറും ശ്രീ ജയചന്ദ്രനും ഒക്കെ സംസാരിച്ചു. നേരത്തെ ശ്രീ ജയചന്ദ്രൻ സൂചിപ്പിക്കുകയും ചെയ്തു. ഇതേ ജഡ്ജ്മെൻറ്റിൽ തന്നെ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, വളരെ സ്പഷ്ടമായി തന്നെ ഇതിനെ വേർതിരിച്ച് തന്നെയാണ് കോടതി കാണുന്നത്. റീഇൻവെസ്റ്റിഗേഷൻ ought to be ordered only in exceptional cases ആസ് ഹെൽഡ് ഇൻ എന്ന് പറഞ്ഞുകൊണ്ട് 2013 വിനയ് ത്യാഗി വേഴ്സസ് ഇർഷാദ് അലി ദീപക് ആൻഡ് അതേഴ്സ് കേസ് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് റീഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ഈ കേസിൽ ആവശ്യമുള്ളതല്ല എന്ന് കോടതി പറഞ്ഞു വെക്കുന്നത്. അതേസമയം തുടരന്വേഷണം വരണം എന്ന് പറയുന്നതിൻ്റെ കാരണം ഈ കേസിൽ ഇപ്പോൾ അന്വേഷണം നേരിടുന്നയാൾ മന്ത്രിയായതുകൊണ്ട് തന്നെ അതിനെതിരെ ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പോരാ, അതിന് ഒരു സുപ്പീരിയർ ഏജൻസി വേണം. ആ സുപ്പീരിയർ ഏജൻസി എന്ന് പറയുന്നത് സംസ്ഥാന ക്രൈംബ്രാഞ്ച് ആവട്ടെ എന്ന നിലയിൽ തുടരന്വേഷണത്തെക്കുറിച്ച് കോടതി വളരെ സ്പഷ്ടമായി പറഞ്ഞു വെച്ചിരിക്കുന്നു. അതിൽ തന്നെ മറ്റൊന്നുകൂടിയുണ്ട്. അതായത് ഈ അന്വേഷണം നേരിടുന്നയാൾ മന്ത്രിയാണ് എന്ന് വെച്ചാൽ മന്ത്രിയായിരിക്കുന്ന ആൾക്കെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തട്ടെ എന്ന് കോടതി പറയുമ്പോൾ ആ ആൾക്ക് മന്ത്രിയായിരിക്കുന്നയാൾ രാജിവെക്കണം എന്നത് സംബന്ധിച്ചുള്ള ഏതെങ്കിലും ഒരു നിഗമനമോ നിരീക്ഷണമോ ഒന്നും കോടതിയുടെ ഈ ജഡ്ജ്മെൻറ്റിൻ്റെ ഒരു ഭാഗത്തും വന്നിട്ടേയില്ല എന്നതും വ്യക്തം. അവിടെ തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ആവശ്യം നിരാകരിക്കപ്പെടുന്നില്ലേ? ശ്രീ അനിൽകുമാർ നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ഇപ്പോഴത്തെ ഈ ആവശ്യം എന്നുള്ളത് രാഷ്ട്രീയ കാരണങ്ങളാൽ ഒരു രാഷ്ട്രീയ ആയുധത്തിനപ്പുറത്തേക്ക്, രാഷ്ട്രീയ പ്രേരിതം എന്നതിനപ്പുറത്തേക്ക് അതിന് യാതൊരു സ്കോപ്പുമില്ല. ഇന്ന് KPC പ്രസിഡന്റ് പറഞ്ഞ എന്താണ്, വഴിയിൽ തടയും എന്ന നിലയിൽ പറയുന്നു. നോക്കൂ, നേരത്തെ വന്നതുപോലെ ഈ പ്രൊസീഡിങ്സ് ഒക്കെ നടക്കുമ്പോഴും മന്ത്രി സജി ചെറിയാൻ ഈ കേസിൽ കക്ഷിയല്ല, അദ്ദേഹത്തിൻ്റെ ഭാഗം അവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. മാത്രവുമല്ല ഈ കേസിൻ്റെ മെറിറ്റിലേക്കൊട്ട് പോയിട്ടുമില്ല. അത് വേറെ നടക്കേണ്ട സംഭവമാണ്, അത് അന്വേഷണത്തിനെ തുടർന്ന് നടക്കേണ്ടതാണ്. മാത്രമല്ല ഇതിന് അപ്പീൽ പ്രൊവിഷനും നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നിരിക്കെ
നിങ്ങൾ രാഷ്ട്രീയമായി ഇതിനെ ഒരു പരീക്ഷണ വസ്തുവാക്കാനോ ആയുധമാക്കാനോ ശ്രമിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു കഴമ്പും യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് ഇപ്പോൾ സമൂഹത്തോട് പറഞ്ഞു ബോധ്യപ്പെടുത്താനാവുമോ? ശരത്തെ, അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ഈ ഇടയ്ക്ക് ഈ ഓൺലൈൻ ഇങ്ങനെ കട്ടാകുന്നതിന്റെ സാങ്കേതിക വിദ്യ, അപ്പം എന്താന്ന് വെച്ചാൽ നമ്മുടെ എതിർ പാനലിലുള്ളവർ പറയുന്നത് കുറച്ചു നേരം നമുക്ക് മിസ്സാകും. അപ്പം ഈ അല്ല, ഞാൻ അതുകൊണ്ട് അത് സൂചിപ്പിച്ചത്. ഇങ്ങനെ ഇടയ്ക്ക് ഇത് കട്ടാകും. അതിന്റെ അല്ല, ഞാൻ പറഞ്ഞെന്ന് മാത്രം സാങ്കേതികത്വം എന്താണെന്നുള്ളതൊന്ന് പരിശോധിക്കണം. ഇടയ്ക്ക് ഇത് കട്ടാവുമ്പോൾ നമ്മുടെ ആ ഒരു എന്താ പറഞ്ഞേ, അതിന്റെ ഒരു സ്വാഭാവികമായ ഫ്ലോയില് കുറവ് വരുന്നു. ഞാൻ ജയചന്ദ്രൻ സാർ ഇടയ്ക്ക് പറഞ്ഞത് എനിക്ക് കേൾക്കാനും പറ്റിയില്ല. ഇത് എന്താ പറഞ്ഞ റീബേക്ക് ചെയ്തു വന്നു. അപ്പോ ഞാൻ ശ്രീ ബഹുമാന്യായ അഡ്വക്കേറ്റ് അനിൽകുമാർ സാർ പറഞ്ഞവിടത്ത് തന്നെ തുടങ്ങാം. അദ്ദേഹം വളരെ സീനിയറായ ഒരു അഭിഭാഷകനാണ്, നല്ലതുപോലെ പ്രാക്ടീസ് ഉള്ള ആളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, ഒരു കേസിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ പ്രതിയെ കേൾക്കണമെന്ന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലോ അല്ലെങ്കിൽ പഴയ CRPC, ഇപ്പോൾ അത് BNSS ആയി, ഇതിലെവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇവിടെ സജി ചെറിയാൻ എന്ന് പറയുന്ന ആൾ ഹീസ് ആൻ അക്യൂസ്ഡ്, ദ കേസ് ഈസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ. ഇവിടെ പ്രതിയുടെ ഒരു കാര്യവും പറയാനുള്ള അവകാശമോ വേദിയോ ഇല്ല. അത് അദ്ദേഹത്തിന് പറയാം. എപ്പോഴാ? അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം, ആ കുറ്റപത്രം വായിച്ചു കേട്ടതിന് ശേഷം, അതൊന്നുകിൽ എൻ്റെ പേരിലുള്ള കുറ്റം നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് 239 അനുസരിച്ച് അദ്ദേഹത്തിന് ആ കോടതിയിൽ തന്നെ എന്താ പറയുക ഡിസ്ചാർജ് പെറ്റീഷൻ കൊടുക്കുക, അതല്ലെങ്കിൽ മേൽക്കോടതിയിലേക്ക് പോകാം. ഇത് ബഹുമാന്യായ അനിൽകുമാറിന് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അദ്ദേഹം ആ വസ്തുത മറച്ചു വെച്ചു. അങ്ങനെയല്ല സേനാപതി, അത് കോർട്ട് പ്രൊസീഡിങ്സ് ആണ്. യെസ്, അതല്ല വിഷയം. നിങ്ങൾ അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിൽ ആരോപിക്കപ്പെട്ട പ്രശ്നത്തിന്റെ ഉള്ളടക്കം ഈ കോടതി ചർച്ച ചെയ്തില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് വരികയാണ്. ശരത്തെ, 1971 ഇന്ത്യൻ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കുന്നത്. ആ നിയമത്തിന്റെ പേര് ദ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഹോണർ ആക്ട് 1971, 69 ഓഫ് 1971. അതിനകത്ത് 3.5 സെക്ഷനേ ഉള്ളൂ. 4ാമത്തെ സെക്ഷൻ അല്ല, 3A എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ 2ാമത്തെ സെക്ഷനാണ്, അതായത് ഇൻസൾട്ട് ടു ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അത് വായിക്കുന്നില്ല. അപ്പോ 1971 പാർലമെന്റ് ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കുമ്പോൾ പാർലമെന്റിന് അറിയാം, എന്തറിയാം, ഭാവിയിൽ നാളെകളിൽ സജി ചെറിയാനെ പോലുള്ള ആളുകൾ, ഞാനിപ്പോൾ അദ്ദേഹത്തിന്റെ ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നതുകൊണ്ട്, ഈ രീതിയിലുള്ള ഭരണഘടനയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾ ഉണ്ടാകും എന്നുള്ളത്. ഇവിടെ എൻ്റെ ബഹുമാനായ 2 സ്നേഹിതർ, ശ്രീ ജയചന്ദ്രനും അനിൽകുമാറും, രണ്ടുപേരും നല്ലപോലെ വസ്തുതകൾ പഠിച്ച് ചർച്ച ചെയ്യുന്ന ആളുകളായതുകൊണ്ട് ഞാൻ അവരോട് വിനീതമായിട്ട് ചോദിക്കുന്നു. രണ്ടുപേരും പറയുന്നത് പ്രസംഗം കേവലം ഒരു കേവലം സാങ്കേതികമല്ല. ആ പ്രസംഗത്തിന്റെ വാക്കുകൾ തന്നെയല്ലേ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാരനെ എഴുതി വെച്ച് അത് ഈ രാജ്യത്ത് 75 വർഷമായി നടപ്പാക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം, ജനാധിപത്യം എന്നിവയുടെ കൂടെ കുന്തം കൊടച്ചക്കരം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ സെന്റൻസ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടനയാണ് ഇന്ത്യയുടെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ടു ലൂട്ട് ദ പീപ്പിൾ. ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയതാണ് ഇന്ത്യയുടെ ഭരണഘടന എന്ന് ആ ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരാൾ, അതാണല്ലോ ഇതിനകത്ത് ഏറ്റവും വലിയ അദ്ദേഹം MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴും ഭരണഘടനയിൽ തൊട്ടുകൊണ്ട് ഞാൻ സജി ചെറിയാൻ അല്ലെങ്കിൽ സജി ചെറിയാൻ എന്ന ഞാൻ ഇന്ത്യൻ ഭരണഘടനയോടുള്ള കൂറും എന്താ പറഞ്ഞ പ്രതിബദ്ധതയും എന്ന് പറഞ്ഞുകൊണ്ട് നിർവ്യാജ്യമായ പ്രതിബദ്ധതയും കൂറും പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ആ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തയാള് ഇവിടെ അനിൽകുമാർ പറഞ്ഞ സേനാപതി പറഞ്ഞ ഈ വാദം എപ്പോഴാണ് കോടതി ഈ പറയുന്ന വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ കേസിൽ പ്രതിയായി വരുന്ന ഒരാൾക്കെതിരെ ചാർജ് കൊടുത്ത് അതിലൊരു ഓർഡർ വന്നു കഴിയുമ്പോൾ നമ്മൾ ചർച്ചയ്ക്കെടുക്കുമ്പോൾ മുന്നോട്ട് വെക്കേണ്ട വാദമാണ്. ഇവിടെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഘട്ടത്തിലുള്ള ഡയറക്ഷൻസ് ആണ് കോടതി കൊടുത്തിട്ടുള്ളത്. കേസിന്റെ മെറിറ്റിലേക്ക് താങ്കൾ ഉന്നയിച്ച ഇപ്പോൾ ഈ കേസിന് ആധാരമായ സംഭവത്തെക്കുറിച്ച് അതിന്റെ മെറിറ്റിലേക്കോ ഉള്ളടക്കത്തിലേക്കോ അല്ല കോടതി പോയിട്ടുള്ളത്. അത് വേറെ കോണ്ടെക്സ്റ്റിൽ ചർച്ച ചെയ്യേണ്ടതാണ്. അല്ലല്ല, വളരെ കൃത്യമായിട്ട് കോടതി ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണ്? കീഴ്വായൂർ പോലീസ് സ്റ്റേഷന്റെ ഹർജിക്കാരന്റെ കേസ് കോടതി അക്സെപ്റ്റ് ചെയ്തത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അവരുടെ മൈൻഡ് അപ്ലൈ ചെയ്തിട്ടില്ല. മൈൻഡ് അപ്ലൈ ചെയ്യാതെയാണ് ആ റഫർ റിപ്പോർട്ട് അവർ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ വളരെ കൃത്യമായി. അതാണ് സേനാപതി ഞാൻ പറഞ്ഞത്. അതിലേക്ക് അന്വേഷണ സംഘം അല്ലെങ്കിൽ ആ പോലീസ് ഓഫീസർ നടത്തിയ അന്വേഷണം, ആ അന്വേഷണത്തിലുള്ള പ്രശ്നങ്ങളാണ് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതിനെന്താണ് ഇനി ചെയ്യേണ്ടത്? അതിനി എന്താണ് ചെയ്യേണ്ടതെന്നാണ് കോടതി പറഞ്ഞത്. അതുകൊണ്ട് ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ.
നേരത്തെ ആ. ഇവിടെ നടന്നിരിക്കുന്ന ക്രിമിനൽ കുറ്റം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു പ്രഖ്യാപിത നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് വിരുദ്ധമായ ഒരു മന്ത്രി ചെയ്തിരിക്കുന്നു. ബ്രിട്ടീഷുകാരൻ പറഞ്ഞു കൊടുത്ത ഭരണഘടനയെന്ന് കോടതി ആ സ്റ്റേറ്റ്മെന്റിലേക്ക് പോയിട്ടില്ല സേനാപതി. കോടതി അങ്ങനാണെങ്കിൽ ആ മന്ത്രിയെ കേൾക്കേണ്ടി വരും, ആ പ്രതിയെ കേൾക്കേണ്ടി വരും. ഏതൊരു വ്യക്തിക്കും അവകാശപ്പെട്ട നാച്ചുറൽ ജസ്റ്റിസ് ഉണ്ട്. ഇല്ല, അപ്പോൾ അത് അന്വേഷണത്തെ കുറിച്ചാണ്, അന്വേഷണത്തിന്റെ നടപടിക്രമങ്ങളെ കുറിച്ചാണ്. അല്ല, നമ്മുടെ ക്രിമിനൽ നടപടി നിയമപ്രകാരം കുറ്റപത്രം സമർപ്പിക്കുന്നത് വരെ പ്രതിയെ കേൾക്കേണ്ട വേണ്ട. പക്ഷെ അപ്പോൾ ആ കേസിന്റെ മെറിറ്റ് എടുത്തു വെച്ച് വാദിക്കരുത് ഇതുപോലെ. അപ്പോൾ സേനാപതി ചെയ്തതുപോലെ കേസിന്റെ മെറിറ്റ് എടുത്തു വെച്ച് വാദിക്കരുത്. കാരണം അതിന്റെ ഘട്ടമാകുന്നതേ ഉള്ളൂ. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. അല്ല, ഇവിടെ നടന്നിരിക്കുന്ന കുറ്റകൃത്യം, ആ കുറ്റകൃത്യം 600 അത് കോടതിയുടെ മേലെ ചാർത്തരുത്. കീഴ്വായ്പൂർ പോലീസ് എടുത്തിരിക്കുന്ന കേസിന്റെ കുറ്റകൃത്യം എന്താണ്? ആ കുറ്റകൃത്യം ഇന്ത്യയുടെ ഭരണഘടനയെ കോടതിയിൽ നിന്നത് കോടതി അതിനകത്തൊരു ഒരു ഗേറ്റ്, കോടതി അതിലേക്ക് പോയിട്ടില്ല. ശ്രീ അനിൽകുമാർ, ഈ കോണ്ടെക്സ്റ്റിൽ താങ്കളുടെ കൂടി ഒരു എൻട്രി അനിൽകുമാർ. കോടതി അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കോടതി അങ്ങനെ പോയിട്ടുണ്ട് കേസിന്റെ മെറിറ്റിലേക്ക്. അതിൽ അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്: പോലീസ് നടത്തിയ അന്വേഷണ റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതി നിരാകരിക്കണമായിരുന്നു എന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അതിന് പകരം എന്നിട്ട് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പകരം തുടരന്വേഷണം ക്രൈംബ്രാഞ്ച് നടത്തട്ടെ. ഇത്രയും കാര്യം കോടതി പറയുമ്പോൾ അതിനർത്ഥം കേസിനകത്തേക്ക് കോടതി പോയിരിക്കുന്നു എന്നാണ് സേനാപതി പറഞ്ഞു വെക്കുന്നത്. അനിൽകുമാർ, താങ്കളുടെ മറുപടി. ഞാനൊരു ഐഡിയൽ ക്വസ്റ്റ്യൻ ചോദിക്കുക. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ സജി ചെറിയാൻ ക്രിമിനൽ കുറ്റം ചെയ്തിട്ടില്ല. പ്രസംഗിച്ചോ എന്നുള്ള ചോദ്യം വേണ്ട, പ്രസംഗിച്ചല്ലോ, അതിൽ തർക്കമില്ലല്ലോ. അത് ഈ ഭരണഘടനയെ അനാദരിക്കുന്ന ക്രിമിനൽ കുറ്റമാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഭരണഘടനയെ അനാദരിക്കുന്ന ക്രിമിനൽ കുറ്റമാണോ എന്നറിയാൻ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അത് ഭരണഘടനയെ അനാദരിക്കുന്ന ക്രിമിനൽ കുറ്റമാണ് എന്ന് റിപ്പോർട്ട് കൊടുത്താൽ എന്താ സംഭവിക്കുക? സ്വാഭാവികമായും സമൻസ് അയക്കും സജി ചെറിയാൻ. സജി ചെറിയാൻ വിചാരണ നേരിടണം. ഇനിയല്ല, ഭരണഘടനയെ അനാദരിക്കുന്ന ക്രിമിനൽ കുറ്റമാണ് എന്ന് അദ്ദേഹം കണ്ടില്ലെങ്കിലോ അപ്പോൾ സമൻസ് അയക്കേണ്ടതില്ല, വീണ്ടും ഇത് ആവർത്തിക്കും. പിന്നെന്ത് വേണം? ആ റെഫർ ചെയ്തതിനായിട്ട് വീണ്ടും ഇവർക്ക് മേൽക്കോടതി പോകാം. മറ്റൊരു സാഹചര്യം പറയുകയാണ്, ഭരണഘടനയെ അനാദരിക്കുന്ന ക്രിമിനൽ കുറ്റം അല്ല എന്ന് കണ്ട് റെഫർ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചാൽ എന്ത് ചെയ്യും? ഇതേ പരാതിക്കാരന് വീണ്ടും കോടതിയിൽ പ്രൈവറ്റ് കംപ്ലയിൻറ്റ് കൊടുക്കാം, കോടതിയിൽ ഇദ്ദേഹത്തിന് തെളിവുകൾ കൊടുക്കാം. വീണ്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ പഴയ നിയമപ്രകാരമാണ് 204 വകുപ്പ് പ്രകാരം പ്രതിക്കൊരു സമൻസ് അയക്കണം. ആ ഘട്ടത്തിലല്ലേ പ്രതിയായി തീരൂ. അപ്പോഴല്ലേ ആ പ്രതിയായിരിക്കുന്ന ആൾക്ക് വന്ന് എന്താണ് എൻ്റെ പ്രസംഗത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയാനാകൂ. ആ ഘട്ടം വരെ ക്രിമിനൽ നടപടി നിയമത്തിനകത്ത് പ്രതി ഹാജരാവേണ്ടതില്ല എന്നതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ ധാർമ്മികമായി അദ്ദേഹം ആദ്യഘട്ടത്തിൽ തന്നെ ക്രിമിനൽ കേസ് ഉണ്ടാകും മുമ്പ് രാജിവെച്ച് പോയതാണ്. നിശ്ചിത കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അധികാരത്തിലേക്ക് തിരിച്ചു വന്നതാണ്. ആ രാഷ്ട്രീയ തീരുമാനവും വ്യക്തിപരമായ തീരുമാനവും എല്ലാം നടപ്പായൊരു നാട്ടിൽ ഇനി അതിൻ്റെ മേലെ ഒരു ശിക്ഷ അദ്ദേഹത്തിൻ്റെ മേലെ ഏർപ്പെടുത്തുന്നത് അനുചിതമാണ്. അതുകൊണ്ട് സമാധാന ചിത്തതയോടുകൂടി ഇക്കാര്യത്തിലൊരു നിയമപരിശോധന പൂർത്തിയാകാൻ കാത്തിരിക്കുക എന്നതല്ലേ നമ്മുടെ നാട്ടിൽ നടക്കേണ്ടത്. കാത്തിരിക്കാൻ പ്രതിപക്ഷം തയ്യാറല്ല. കാരണം എന്താണ്? ബാബറി മസ്ജിദ് പൊളിച്ചത് ഇതേ ഭരണഘടനയുടെ കീഴിലാണ്. നമ്മുടെ കൺമുമ്പിൽ പൊളിച്ച ബാബറി മസ്ജിദ് നമ്മുടെ മുമ്പിലുണ്ട്. എത്ര പ്രതികളെ ശിക്ഷിച്ചു? ജാംബവാൻ്റെ കാലത്താണ് അത് നടന്നതെന്ന് പറയുന്ന സുധാകരൻ്റെ ശബ്ദമാണല്ലോ മുമ്പേ നമ്മൾ കേട്ടത്. എന്താ സുധാകരൻ പറഞ്ഞത്? അതേ സുധാകരൻ ജാംബവാലിൻ്റെ കാലത്താണെന്ന് പറയുന്നത് ഈ ഭരണഘടന പ്രവർത്തിക്കുന്ന ഇന്ത്യ രാജ്യത്തിനകത്ത് നരസിംഹറാവു എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രി അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കൺമുമ്പിലൂടെ ലൈവായിട്ട് 5:15 ഒരു മിനാരം വീഴുന്നു, 5:20 മറ്റേ മിനാരം വീഴുന്നു, 5:35 മറ്റേ മിനാരം വീഴുന്നു, ഒരു ചവിട്ടുകൂടി കൊടുക്കുമെന്ന് ഉമാഭാരതി മുരളി മനോഹർ ജോഷിയുടെ തോളത്ത് ചാടിക്കേറി ആക്രോശിക്കുന്നു. ഇതെല്ലാം ലൈവായിട്ട് കണ്ട നമ്മുടെ മുമ്പിലൂടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എന്ത് ചെയ്തു? കോടതികൾ എന്തു ചെയ്തു? അപ്പോൾ ഈ ഭരണഘടന എന്ന് പറയുന്നത് ഇത്തരത്തിലേക്ക് മതനിരപേക്ഷതയുള്ള ഭരണഘടനയെ തന്നെ ചവിട്ടിമതിക്കുന്ന സംഭവങ്ങളുണ്ട് എന്നത് ഭരണഘടനയുടെ ദൗർബല്യമാണ്, നിയമവ്യവസ്ഥയുടെ ദൗർബല്യമാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് അതിനോടുള്ള വിമർശനമാണ്, അനാദരവല്ല.
അപ്പോൾ വിമർശനത്തിൻ്റെ തലമാണോ അനാദരവിൻ്റെ തലമാണോ എന്നാൽ ഫുൾ പ്രസംഗം കേൾക്കണം. അതൊക്കെ കേൾക്കുന്ന ഘട്ടം എന്ന് പറഞ്ഞാൽ വിചാരണ വരുമ്പോഴാണ്. അപ്പോൾ അത് പൂർണ്ണമായും കോടതി മുന്നാകെ വരും. അത് വരട്ടെ. ഇപ്പം നമ്മുടെ നാട്ടിലെ ഭരണഘടന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആക്രമിക്കപ്പെടുകയും മനുസ്മൃതിയെ അതിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു. അത് ചെയ്യുന്നത് RSS ആണ്. അതിനെ തകർക്കാൻ, മതരാഷ്ട്രമുണ്ടാക്കാൻ RSS നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ മനുസ്മൃതിക്കെതിരായ പ്രതിരോധം ഈ ഭരണഘടന തന്നെയാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് മുമ്പ് കാലത്ത് ഈ ഭരണഘടനയെക്കുറിച്ച് അതിൻ്റെ പോരായ്മകളെക്കുറിച്ച് നടത്തിയ വിമർശനങ്ങൾ ഇപ്പോൾ ഉന്നയിക്കാറില്ല. ഞങ്ങൾ ചരിത്രത്തിൽ CPIM ഈ ഭരണഘടനയെ വിമർശിച്ചിട്ടുണ്ട്. എന്നാൽ ഇതേ ഭരണഘടന ഇന്ദിരാഗാന്ധി പിച്ച് ചീന്തിയപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ഭരണഘടനയുടെ പിച്ച് ചീന്തൽ നടപടിക്കെതിരായും ഞങ്ങൾ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഭരണഘടനയോട് വൈരുദ്ധ്യാത്മക ബന്ധമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റിനുള്ളത്. ഒന്ന്, ഈ ഭരണഘടനയിൽ എത്രത്തോളം ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ, അവകാശങ്ങളുണ്ടോ, അത്രത്തോളം ഈ ഭരണഘടന ക്രിയാത്മകമാണ്. ഇതേ ഭരണഘടന ഉപയോഗിച്ച് ഇവിടെ വർഗീയ കലാപം നടത്തുകയും അതിൽ നിന്ന് രക്ഷപ്പെടുകയും ഇവിടെ അംബാനിമാരും അദാനിമാരും വളരുകയും അവർ സ്വത്ത് അടിച്ചുകൊണ്ടുപോവുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഭരണഘടന നിഷേധാത്മകമാണ്. നിഷേധാത്മകതയെ ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുന്നത് ഭരണഘടനയെ ശക്തിപ്പെടുത്താനാണ്. BJP ഭരണഘടനയെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ ഭരണഘടനയെ ശക്തിപ്പെടുത്താൻ നോക്കുന്നു. അതിനെ ജനകീയ ഭരണഘടനയാക്കാൻ നോക്കുന്നു. ആശയതലത്തിൽ വിമർശനങ്ങൾ മുമ്പ് ഉന്നയിച്ചിരുന്ന രീതിയിൽ ഇന്ന് ഉന്നയിക്കാനാവില്ല. അതെ, അതായത് ഈ ഭരണഘടനാ സംരക്ഷണത്തിന്റെ വളരെ ശക്തമായ ഒരു കാലം അനിവാര്യമായ വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുവന്ന ഒരു കാലത്താണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. പക്ഷേ ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സേനാപതി പറഞ്ഞ ഞാൻ ഒരിക്കൽ കൂടി, ഇപ്പോൾ മന്ത്രിയായി അദ്ദേഹത്തിന് തുടരാൻ, ഇപ്പോൾ വീണ്ടും തുടരുന്നതിന് തടസ്സമാകും വിധത്തിൽ ഇന്ന് ഹൈക്കോടതി ഈ വിഷയത്തിൻ്റെ കണ്ടന്റിൽ ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ടെന്നേ എന്ന് പറഞ്ഞാണ് അദ്ദേഹം സംസാരിക്കുന്നത്, സേനാപതി. അതിന് ഒരു മറുപടി കൂടി ഞാൻ അനിൽകുമാറിന് പ്രതീക്ഷിക്കുന്നു. ഞാൻ അദ്ദേഹത്തിലേക്കും അതിനുശേഷം ശ്രീ ജയചന്ദ്രനിലേക്കും വരാം. അതേക്കുറിച്ച് ആ പോയിന്റിലേക്ക് അതിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ 17-ാം പാരഗ്രാഫിനകത്ത് ഹൈക്കോടതിയിലെ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ ടെക്സ്റ്റ് ലഭ്യമാണ്. ആ ലഭ്യമായതുകൊണ്ട് മാത്രം ഈ കേസിൽ പൂർണ്ണ വെളിച്ചം തേടാനാവില്ല. ആ പൂർണ്ണ വെളിച്ചം തേടണമെങ്കിൽ ഇപ്പോൾ അരണ്ട വെളിച്ചമേ ഉള്ളൂ, പൂർണ്ണ വെളിച്ചം ഉണ്ടാകണം. അരണ്ട വെളിച്ചത്തെക്കുറിച്ച് കോടതി സംസാരിച്ചു. അരണ്ട വെളിച്ചമുള്ളപ്പോൾ അത് ഇരുട്ടാണെന്നും വെളിച്ചമാണെന്നും നമുക്ക് പറയാം. വെളിച്ചമാണോ ഇരുട്ടാണോ ഉള്ളത്? വെളിച്ചമാണോ ഇരുട്ടാണോ എന്നുള്ളത് അറിയണമെങ്കിൽ എന്ത് വേണം? അത് പുനരന്വേഷണം വേണ്ടതില്ല, തുടരന്വേഷണം വേണം. ഇത് പുനരന്വേഷണം വേണ്ട കേസല്ല എന്ന് പറയാൻ കാരണം എന്താണ്? ഈ അന്വേഷണം പാളി അന്വേഷണമല്ല. ഈ അന്വേഷണം അല്പം കൂടി അവധാനതയോടെ പൂർത്തീകരിക്കേണ്ട ഒന്നാണ്. അതുകൊണ്ട് SHO അല്പം കൂടി അവധാനതയോടെ കുറേ വിവരങ്ങൾ കൂടി ശേഖരിച്ച് പൂർത്തീകരിക്കുക. അങ്ങനെ അവധാനതയോടെ പൂർത്തീകരിക്കുന്നതിന് മന്ത്രിയായി അദ്ദേഹം ഇരിക്കുമ്പോൾ SHO പോരാ എന്നുള്ളതാണ് എന്നാണോ ശ്രീ അനിൽകുമാർ? മന്ത്രിയായിട്ട് അദ്ദേഹം ഇരിക്കുമ്പോൾ SHO പോരാ. ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു തലത്തിൽ ഉയർന്ന അന്വേഷണ സംഘം വരട്ടെ എന്ന് പറഞ്ഞാൽ അതാണ് വിധി. ഇത് മന്ത്രി രാജിവെക്കണം എന്നല്ല, ഉയർന്ന അന്വേഷണ സംഘം അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞാൽ, ഹൈക്കോടതിയുടെ ജഡ്ജിയുടെ മേലെയാണ് നിങ്ങളുടെ സതീശൻ എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയുടെ നടപ്പില്ല. ഭരണഘടനയിൽ സതീശനേക്കാൾ വലുതാണ് ഹൈക്കോടതി. ഇവിടെ ശ്രീ സേനാപതി, അദ്ദേഹത്തിൻ്റെ മറുപടി വന്നല്ലോ. ഞാൻ ഒന്നും ആവർത്തിക്കുന്നില്ല, വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. താങ്കൾക്ക് അതിലുള്ള ഒബ്ജക്ഷൻ മറുപടി വിശദീകരണോ ചുരുക്കി? ഞാൻ വളരെ ചുരുക്കി തന്നെ പറയാം. ഒന്ന്, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ബാബറി മസ്ജിദിന്റെ തകർച്ചയോ മനുസ്മൃതിയോ ഒന്നുമല്ല. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് വെദർ സജി ചെറിയാൻ ഹാഡ് കമ്മിറ്റഡ് ആൻ ഒഫൻസ്, ചെയ്തിട്ടുണ്ടോ, ഭരണഘടനയെ ഡിസ്റെസ്പെക്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനെ അനാദരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. പ്രഥമ ദൃഷ്ട്യ അനാദരിച്ചിരിക്കുന്നു എന്ന കേസ് നിൽക്കുന്നു. ഇവിടെ ഈ തുടരന്വേഷണത്തിൻ്റെയും പുനരന്വേഷണത്തിൻ്റെയും ഒന്ന് എന്താണ്, വട്ട് ഈസ് പുനരന്വേഷണം? ഇനി പുതിയൊരു FIR രജിസ്റ്റർ ചെയ്ത് പുതിയൊരു കേസായി, ഇപ്പം ക്രൈം 600/2022 എന്ന കീഴ്വായൂർ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന കേസ് ഇനി പുതുതായി ക്രൈം 10 അല്ലെങ്കിൽ 20 2024 എന്നൊരു പുതിയ ക്രൈം രജിസ്റ്റർ ചെയ്ത് ഒരു അന്വേഷണം അല്ല, മറിച്ച് ഈ 600 എന്ന് പറയുന്ന ഈ FIRന്റെ അതിന്റെ തുടർ അന്വേഷണം. അത് അനിൽകുമാറിനും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. പഴയ ക്രിമിനൽ നടപടി നിയമത്തിന്റെ 173(8) 73(2) അന്തിമ റിപ്പോർട്ട്. അന്തിമ റിപ്പോർട്ട് രണ്ട് രീതിയിൽ കൊടുക്കാം. ഒന്ന് കുറ്റം ചെയ്തു, അല്ലെങ്കിൽ കുറ്റം
കുറ്റം തെളിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ പറഞ്ഞ് കാര്യം. കൊടുക്കുക. ഇവിടെ കുറ്റം തെളിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാണ് SHO കൊടുത്തിരിക്കുന്നത്. ആ റിപ്പോർട്ടിനെതിരെയാണ് പരാതിക്കാരനായ എന്താ പറഞ്ഞ നോയൽ, അഡ്വക്കേറ്റ് ജോസഫ് നോയൽ, സബ്ജക്ട് കറക്ഷൻ, അദ്ദേഹം പോയത്. അപ്പോൾ അത് നിരാകരിച്ചു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഹൈക്കോടതിയിൽ പോയിരിക്കുന്നത്. അപ്പൊ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് എന്താ? പുതിയൊരു FIR രജിസ്റ്റർ ചെയ്ത് പുതിയൊരു സാഹചര്യത്തിൽ അന്വേഷണം ആകെ പാളിയെങ്കിൽ കോടതി അത് പറയില്ലേ? അന്വേഷണം ആകെ പാളിയെങ്കിൽ പുനരന്വേഷണം നടക്കട്ടെ, റീഇൻവെസ്റ്റിഗേഷൻ നടക്കട്ടെ എന്ന് കോടതി പറയും. അപ്പോൾ കോടതിക്ക് ബോധ്യമാകുന്നു ഇതിലുണ്ടായ അപാകതകൾ പരിഹരിച്ചാൽ മതി. അവിടെയാണ് കോടതി ഡയറക്ഷൻ കൊടുക്കുന്നത്, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കൂ, ഫോറൻസിക് റിപ്പോർട്ട് കൂടി തേടൂ. കേൾക്കൂ, കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷൻ SHOയുടെ അന്വേഷണങ്ങൾ കംപ്ലീറ്റ് ആയി. ഇനി അദ്ദേഹത്തിന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് ഉയർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ക്രൈംബ്രാഞ്ചിന്റെ ഇന്റഗ്രിറ്റി ഉള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, സത്യസന്ധനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സംസ്ഥാന DGPയുടെ കീഴിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡയറക്ഷനിൽ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് അന്വേഷണം നടക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ ക്രൈം 600/2022 രജിസ്റ്റർ ചെയ്യുമ്പോഴുള്ള അതേ ധാർമ്മികത ഇപ്പോഴും നിലനിൽക്കുന്നു. കാരണം ഭരണഘടനയ്ക്കെതിരെയുള്ള പ്രസംഗം അദ്ദേഹം നടത്തിയിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നു, ബാലകൃഷ്ണപിള്ള 1985 രാജിവെക്കാനുള്ള കാരണം എന്താണ്? സമാനമായി അദ്ദേഹം നടത്തിയൊരു പ്രസംഗം, ആ പ്രസംഗം ഭരണഘടനയ്ക്ക് വിരുദ്ധമായി എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നത്. ഇപ്പൊ ഇന്നോ നാളെയോ ഒക്കെ നമുക്ക്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ന്യായീകരണം അനിൽകുമാറിനും ജയചന്ദ്രൻ സാറിനും ഒക്കെ പറയാം. പക്ഷെ ഞാൻ ഈ ഫോറത്തിൽ പറയുന്നു, ഇതുപോലെ ഒരു തിരിച്ചടി ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഭരണഘടനയെ കുന്തമെന്നും കൊടച്ചക്കറുമെന്നും വിശേഷിപ്പിച്ച ഒരാള്, ഭരണഘടന സായിപ്പ് എഴുതിയത് പറഞ്ഞു കൊടുത്തത് ഇന്ത്യക്കാരൻ എഴുതി എന്ന് പറയുന്ന ഒരാള്, ഇത് മനുഷ്യനെ കൊള്ളയടിക്കാനുള്ള, ഇന്ത്യക്കാരനെ കൊള്ളയടിക്കാനുള്ള എന്ന് പറയുന്ന ഒരാള് ആ ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണഘടനാ ചുമതലകൾ നിർവഹിച്ച് കേരളത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. തടയില്ല എന്നുള്ളത് അതൊന്നുമല്ല ഇവിടെ പ്രശ്നം. ഇവിടെ നിയമപരമായും സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്. കാരണം ഞാനിപ്പോ സംസാരിക്കുന്നത് ഭരണഘടനാ അവകാശമാണ്. അനിൽകുമാറും ശരത്തും നമ്മുടെ ഈ ചാനൽ നടക്കുന്നതും ഭരണഘടനാ അവകാശമാണ്. ആ ഭരണഘടനാ അവകാശത്തിൽ നിന്നുകൊണ്ട് ആ ഭരണഘടനയെ ഒരാൾ ബഹുമാനം ഇല്ലാതെ സംസാരിക്കുക, അല്ലെങ്കിൽ അതിനെതിരായിട്ട് സംസാരിക്കുക, അത് ഞങ്ങളൊരു ഒരു ക്ലോസ് ഡോറിനുള്ളിൽ സംസാരിച്ചു എന്നുള്ളതൊന്നുമല്ല. ഇനി ക്ലോസ് ഡോറിനുള്ളിലാണ് ഇദ്ദേഹം പറഞ്ഞത് പൂർണ്ണമല്ല. അത് തെളിയിക്കുന്നതിന് ഫോറൻസിക് ലാബ് റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ഒരു അന്തിമ റിപ്പോർട്ട് കൊടുത്തു പോലീസ് ഉദ്യോഗസ്ഥൻ. തീർച്ചയായും അത് ഇനി വരുന്ന അന്വേഷണമാണ് ഈ പറഞ്ഞതുപോലുള്ള വിഷയങ്ങളാകെ പരിശോധിച്ച് കോടതിക്ക് മുമ്പാകെ വസ്തുതകൾ കൊണ്ടുവരേണ്ടത്. ഇവിടെ ശ്രീ ജയചന്ദ്രൻ ഇവിടെ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനെ അന്വേഷിച്ചാലും ഇപ്പോൾ പോലീസ് നിലവിൽ അന്വേഷിച്ചതുപോലെ തന്നെ അതിൽ വളരെയധികം ദൃക്സാക്ഷികളെ കണ്ടിരുന്നു, അവരുടെയൊക്കെ മൊഴിയെടുത്തിരുന്നു. അതിൻ്റെയൊക്കെ അന്വേഷണത്തിലാണ് റഫർ റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ പോയിട്ടുള്ളത്. ക്രൈംബ്രാഞ്ചും ഈ നടപടിക്രമങ്ങൾ ആദ്യം മുതൽ നടത്തുന്നു. ആ ഫോറൻസിക് റിപ്പോർട്ടിൻ്റെ പരിശോധനാ ഫലത്തിൻ്റെ റിപ്പോർട്ട് വരുന്നു. അതുപോലെ തന്നെ പൂർണ്ണമായും ആ വീഡിയോ പരിശോധിക്കാൻ കഴിയുമോ എന്ന് ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്ന ആ വീഡിയോ പൂർണ്ണമായും കണ്ടാൽ മാത്രമേ ഇതിൽ ഇങ്ങനൊരു ക്രിമിനൽ കുറ്റം എന്ന പ്രശ്നം നിലനിൽക്കുമോ എന്ന് ശ്രീ അനിൽകുമാർ പറഞ്ഞൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതിലേക്കൊക്കെ ക്രൈംബ്രാഞ്ച് കുറേ കൂടി ഡീറ്റെയിൽഡായി പോകും, പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ ഡയറക്ഷൻ ഉള്ളതുകൊണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇത്ര വിശാലമായി വളരെ വിശദമായി സേനാപതി പറയുമ്പോൾ തന്നെ, ഇപ്പോൾ കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്തെ സോളാർ ആരോപണങ്ങളുടെ കാലം നോക്കുക. അന്ന് മുഖ്യമന്ത്രിയായി ശ്രീ ഉമ്മൻചാണ്ടി ഇരിക്കുന്ന കാലത്ത് തന്നെ ഈ ആക്ഷേപങ്ങളും ആരോപണങ്ങളും എല്ലാം ഉയരുമ്പോഴും ഇതേ പോലീസ് തന്നെയല്ലേ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇക്കാര്യങ്ങളാകെ പരിശോധിച്ചിരുന്നത്. അതിന് വ്യത്യസ്തമായി നമ്മളൊന്ന് കണ്ടിട്ടുള്ളത്, ഇപ്പോൾ ശിവശങ്കർ അടക്കം ആരോപണ വിധേയനായി വന്ന നയതന്ത്ര ബാഗേജിലെ ആ വിവാദകാലമാണ് ഉദ്ദേശിച്ചത്, സ്വർണ്ണക്കള്ളക്കടത്ത് വിവാദത്തിൻ്റെ ആ കാലം. പ്രതിപക്ഷത്തു നിന്നടക്കം പൊതുവായ ആവശ്യങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ കത്തെഴുതിയെന്ന് കേന്ദ്ര ഏജൻസികൾ ഇവിടെ അന്വേഷണത്തിനായി വന്ന വ്യത്യസ്തമായ ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. സോളാർ കാലത്ത് കേരള പോലീസ് തന്നെ അന്വേഷിക്കുമ്പോൾ ആ വകുപ്പിനെ കൈയാളിയ ആൾ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മറ്റുമായി ഇരിക്കുന്ന, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി പദത്തിൽ മറ്റാളുണ്ടായിരുന്നു, തിരുവഞ്ചൂരുണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞത്, അങ്ങനെ മുൻപുണ്ടായിട്ടില്ലേ? പോലീസ് അന്വേഷിക്കുന്ന ഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രിയായി ശ്രീ ഉമ്മൻചാണ്ടി ഇരുന്ന ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ടല്ലോ സോളാർ കാലത്ത്. തീർച്ചയായും ഉണ്ട് ശരത്ത്. അത് അത്തരം കാര്യങ്ങൾ ചില കാര്യങ്ങളുണ്ട് സൂചിപ്പിക്കാനായിട്ട്. എന്നാലും അതിനു മുമ്പ് ഇന്നത്തെ ഹൈക്കോടതി ഉത്തരവിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു വാചകം ആയിട്ട് ഈ വിധിയിൽ ഒരു വാചകമുണ്ട്. അത് പിന്നെ എത്രമേൽ പ്രതിപക്ഷം അവഗണിച്ചാലും, ഈ ചർച്ചയിൽ ശ്രീ സേനാപതി വേണു എത്രമേൽ അവഗണിക്കാൻ ശ്രമിച്ചാലും അത് ഉയർന്നു തന്നെ നിൽക്കും. ഏതാണെന്നറിയാമോ? 21ാമത്തെ പാരഗ്രാഫ്, പേജ് 15. അതിൽ കോടതി പറയുകയാണ്, ഹൗവർ ദിസ് കോർട്ട് ഹാസ് ആൾറെഡി ഫൗണ്ട് ദാറ്റ്
a further investigation required. And since the accused is a minister of the state, the investigation by the station house officer will not suffice and a superior agency is required. ഇതാണ് ഇതിന് മകുടം ചാർത്തി നിൽക്കുന്ന വാചകം എന്ന് ഞാൻ കാണുന്നത്. കാരണം സജി ചെറിയാൻ ആ സ്ഥാനത്തിരിക്കുന്നു. ഏത് സ്ഥാനത്താണ്? ഭരണഘടനാ പദവിയുള്ള മന്ത്രി എന്ന സ്ഥാനത്ത്. സംസ്ഥാനത്ത് ഒരു മന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ സംബന്ധിച്ചൊരു കേസ് അന്വേഷിക്കുമ്പോൾ അത് ഇതുപോലൊരു ഓഫീസർ അന്വേഷിച്ചാൽ പോരാ. അതാണ് കോടതിയുടെ നിലപാട്. ആ നിലപാട് നിയമപരമല്ലേ? അത് വൈകാരികമായ നിലപാടാണോ? അല്ലല്ലോ. മറ്റെല്ലാ ആസ്പെക്ട്സും പരിശോധിച്ചിട്ടാണ് കോടതി ആ നിയമപരമായ നിലപാടിലേക്ക് എത്തുന്നത്. ആ നിലപാടാണ് അത്യന്തം പ്രസക്തമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സജി ചെറിയാനെതിരായിട്ടുള്ള എന്തെങ്കിലും വിദൂരമായൊരു പരാമർശം പോലും ഈ വിധിയിൽ എവിടെയും ഒരാൾക്കും കണ്ടെത്താൻ കഴിയില്ല. പക്ഷേ താല്പര്യം രാഷ്ട്രീയമാകുമ്പോൾ, കക്ഷി രാഷ്ട്രീയപരമാകുമ്പോൾ ദാറ്റ്സ് ഓക്കെ, ചെയ്യാം. പിന്നെ ഞാൻ മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നതാണ് ശരത്ത്. മറ്റേ കാര്യത്തിലേക്ക് ഞാൻ വരാം. അതിന് മുൻപ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു കൊള്ളയെക്കുറിച്ച് ഈ വർഷം 2024 ഫെബ്രുവരി 15 സുപ്രീം കോടതി വിധി പറഞ്ഞത്. അന്നത്തെ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ബെഞ്ച്, 5 അംഗ ബെഞ്ചാണല്ലോ പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ടുകൾ സംബന്ധിച്ച്. കോടതി വിധിയിൽ പറയുന്നു ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് മാത്രമല്ല രാജ്യദ്രോഹവുമാണ്. ഇലക്ട്രൽ ബോണ്ടുകൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് ഭരണഘടനാ വിരുദ്ധവും രാജ്യദ്രോഹവുമാണ്. സേനാപതി വേണു ഉൾപ്പെടെ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ഈ ഭരണഘടനാ വിരുദ്ധതയ്ക്കെതിരെ, രാജ്യദ്രോഹത്തിനെതിരെ കേന്ദ്ര മന്ത്രിസഭയെ പ്രതിക്കൂട്ടിലാക്കി എവിടെയെങ്കിലും ഒരു പ്രസംഗം നടത്തി? CPIM ജനറൽ സെക്രട്ടറി ആയിരുന്ന അന്തരിച്ച സീതാറാം യെച്ചൂരിയാണ് കേസ് കൊടുത്തത്. ഏതാ? അതെങ്ങനെ കഴിയും? ഭരണഘടനാ വിരുദ്ധമാണെന്നൊരു സ്റ്റാൻഡ് എടുക്കാൻ കോൺഗ്രസിന് കഴിയില്ല. കാരണം അവരും പണം വാങ്ങിയിട്ടുണ്ട് ഇലക്ട്രൽ ബോണ്ടിലൂടെ. അതിനുവേണ്ടി അക്കൗണ്ട് SBIയിൽ എടുത്തിരുന്നു. അതിലൂടെ വാങ്ങിയ പണത്തിൻ്റെ കണക്കും നമ്മുടെയൊക്കെ മുമ്പിൽ വന്നതാണ്. അല്ല, നമ്മുടെ ഈ ഇവിടുത്തെ ശരത്, ഞാനത് പറയാൻ കാര്യം, നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെ വളരെ ഏകപക്ഷീയമായ രാഷ്ട്രീയ താല്പര്യം മാറ്റിവെച്ച് ഈ പ്രസംഗത്തെ പരിശോധിക്കുന്ന ഏതൊരാൾക്കും സജി ചെറിയാൻ ഒരു രാജ്യദ്രോഹിയാണെന്ന് പറയാൻ കഴിയില്ല. സജി ചെറിയാൻ കലാപം ഉണ്ടാക്കാനായിട്ട് ആണ് ഇത് പ്രസംഗിച്ചതെന്ന് പറയാൻ കഴിയില്ല. സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സജി ചെറിയാൻ ഇങ്ങനെ പ്രസംഗിച്ചതെന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അത് വീണു എന്നുള്ളത് വസ്തുതയാണ്. അദ്ദേഹം അത് ഇതുവരെ നിഷേധിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് കൊളോക്കിയൽ ഓണാട്ടുകാര പ്രശ്നം എന്നൊക്കെയുള്ള ആ പ്രയോഗങ്ങൾ വരുന്നത് അങ്ങനെയാണ്. പക്ഷേ അതിനെ രാഷ്ട്രീയമായി ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴോ, കക്ഷി രാഷ്ട്രീയത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ തികച്ചും ഭരണഘടനാ വിരുദ്ധമാണ്. അദ്ദേഹം മഹാപാതകം ചെയ്തു. ഇപ്പോൾ ശ്രീ സേനാപതി വേണു പറയുന്ന പോലെ അങ്ങനെയൊക്കെ ആക്ഷേപിക്കാം. മറ്റൊന്ന്, താങ്കൾ ചോദിച്ചല്ലോ, താങ്കൾ ചോദിച്ച കാര്യം ഏറ്റവും പ്രധാനമായിട്ട് റിട്ടയർഡ് DGP A. ഹേമേന്ദ്രൻ, അദ്ദേഹത്തിന് സർവീസ് സ്റ്റോറി ഉണ്ടല്ലോ, എവിടെ നീതി എവിടെ എന്നുള്ളതാണ് സർവീസ് സ്റ്റോറിയുടെ പേര്. അതിൽ 41, 42, 43 അധ്യായങ്ങളിൽ എഴുതി വെച്ചിരിക്കുകയാണല്ലോ ഉമ്മൻചാണ്ടിയുടെ സോളാർ കേസ്. ഹലോ, കേൾക്കുന്നുണ്ടോ ശരത്ത്? പൂർത്തിയാക്കിക്കോളൂ. ഹലോ, എനിക്ക് കേൾക്കാം, പറയും. എക്കോ ഇങ്ങോട്ട് വരുന്നത്, അതുകൊണ്ടാണ് ചോദിച്ചതേ. കേൾക്കാം. അപ്പോൾ അത് അല്ലാതെ ആ 41, 42, 43 അധ്യായങ്ങളിൽ എന്താണ് അദ്ദേഹം വിവരിക്കുന്നത്? ശ്രീ A. ഹേമേന്ദ്രൻ, റിട്ടയർഡ് DGP വിവരിക്കുന്നത് എന്താണ്? ഈ സോളാർ കേസിൽ 13 മണിക്കൂർ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ശിവരാജൻ കമ്മീഷന് മുമ്പിൽ ഇരുന്നതെന്ന് ഓർക്കണം. ജസ്റ്റിസ് ശിവരാജൻ്റെ മുമ്പിൽ ഇരുന്നത് ഇതുപോലുള്ള ഈ കോണ്ടക്സ്റ്റ് അല്ല. അത് എവിടെങ്കിലും പ്രസംഗിച്ചതിൻ്റെ പേരിലല്ല, ഒരു കേസിൻ്റെ പേരിലാണ്. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണം എന്ന് ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ ആവശ്യപ്പെട്ടോ? രാഷ്ട്രീയമായ പ്രതിപക്ഷം സമരം ചെയ്തു. സമരം പിന്നെ സെറ്റിൽ ചെയ്യുകയും ചെയ്തില്ലേ? സെക്രട്ടേറിയറ്റ് വളരെയൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ അദ്ദേഹം ആ സമരത്തിൽ പറയുന്ന ഇതിൽ അതിൻ്റെ നാൾ വഴിയൊക്കെ കൃത്യമായി ആ സർവീസ് സ്റ്റോറിയിൽ പറയുന്നുണ്ട്. അതൊരു വശത്ത് ഇരിക്കുന്നു, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നു. അതിനേക്കാളും ഗുരുതരമാണ് ഞാനീ പറഞ്ഞ ഈ വർഷം ഫെബ്രുവരി 15 സുപ്രീം കോടതി ഉണ്ടായ വിധി. അതൊന്നും പ്രശ്നമല്ല. ഇതൊരു വിഷയമായി വന്നപ്പോഴേക്ക് ഹൈക്കോടതി പറയാത്ത വ്യാഖ്യാനങ്ങൾ അതിന് ചമയ്ക്കുക, എന്നിട്ട് അതിനെ തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഇനി അണികളെ ഇറക്കി വിടാനായിട്ട് തയ്യാറെടുക്കുകയാണത്രേ അടുത്ത ദിവസങ്ങളിലൊക്കെ. എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് ഈ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഈ പ്രശ്നത്തിലൂടെ, ഈ സജി ചെറിയാൻ വിഷയത്തിലൂടെ ഉദ്ദേശിക്കുക എന്നുള്ളത് വ്യക്തമാവുകയില്ല. കൂടുതൽ ഈ ഒരു വ്യക്തതയും ഇല്ലാതെ ഹൈക്കോടതി വിധി എന്ന് കേട്ടാൽ ഉടനെ അത് വായിച്ചിട്ട് ചാടിക്കടിക്കാൻ വരുമോ?
വായിച്ചിട്ടല്ല ചാടിക്കടിക്കേണ്ടത്. ഹൈക്കോടതി തന്നെ പറയുകയാണ്, മന്ത്രിയായിട്ട് അദ്ദേഹം ഇരിക്കുന്നതുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് വേണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഹൈക്കോടതി അടിവരയിട്ട് പറയുകയാണ്. അതാണ് ഞാൻ ഈ വായിച്ചത്. 15-ാം പേജിൽ 21-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് നമ്മുടെ ചർച്ചയിലേക്ക് അത് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ചർച്ചയിലേക്ക് അത് വന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ള രാജി എന്ന ആവശ്യത്തെ ബലപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു പരാമർശം ഇന്നത്തെ ഈ കോടതിയുടെ ഉത്തരവുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത തന്നെയാണ്. പക്ഷേ രാഷ്ട്രീയമായി പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും KPC പ്രസിഡന്റും ഒക്കെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതിനെ നിരാകരിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് നിയമപരമായി മുന്നോട്ട് പോകും എന്ന് മന്ത്രിയും CPIM പറയുന്നത് നമ്മുടെ മുമ്പിലുണ്ട്. ശ്രീ അനിൽകുമാർ, ഇന്നത്തെ ഈ കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ കാണാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ സംബന്ധിച്ച് വളരെ സ്പഷ്ടമായിട്ടുള്ളൊരു ഡയറക്ഷൻ ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, മന്ത്രി രാജിവെക്കണം എന്ന് പ്രതിപക്ഷം പറയുന്നതിനെ ബലപ്പെടുത്താവുന്ന ഒരു പരാമർശവും ഒരു നിരീക്ഷണമോ അതിനോട് ചേർത്ത് വെക്കാവുന്ന തരത്തിലുള്ള പരാമർശങ്ങളോ ഒന്നും അതിനകത്ത് വന്നിട്ടുമില്ല. മന്ത്രി ആയതുകൊണ്ട് ആ അന്വേഷണം നടത്തേണ്ടത് എങ്ങനെ എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ വസ്തുനിഷ്ഠമായിട്ടുള്ളൊരു വിശദീകരണം നമ്മുടെ മുമ്പിൽ. പക്ഷേ അതിനെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മന്ത്രിക്കെതിരെയാണ്, മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞു ഒരു രാഷ്ട്രീയ ആയുധമായി കൊണ്ടുപോകാൻ സ്വാഭാവികമായും പ്രതിപക്ഷം ശ്രമിക്കുന്നു. ഇനിയിപ്പോൾ മറ്റന്നാൾ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വിധിയെഴുത്തിൻ്റെ വസ്തുതകൾ കേരളം അറിയാൻ പോവുകയാണ്. അതിനോടടുപ്പിച്ചോ അതിനോട് ചേർന്ന് നിന്നുകൊണ്ടോ പ്രതിപക്ഷം ഇത് പറയാൻ ശ്രമിക്കുമ്പോൾ അവർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു റിസൾട്ടിൽ നിന്നൊരു അടുത്ത രാഷ്ട്രീയ ആയുധത്തിലേക്ക് ഇത് മാറ്റാൻ ശ്രമിച്ചാൽ എത്ര വരെ പോകും, എത്രമാത്രം ഏശും? ഇല്ല, ഇവിടെ ബഹുമാനപ്പെട്ട സേനാപതി വേണു ഈ പഞ്ചാബ് മോഡൽ പ്രസംഗം പറയുകയുണ്ടായി. ഞാനത് വളരെ സന്തോഷത്തോടെയാണ് കേട്ടത്. ആ പ്രസംഗം നടത്തിയ ആർ ബാലകൃഷ്ണപിള്ളയെ ഹൈക്കോടതി ശിക്ഷിച്ചോ? എന്തായിരുന്നു ആ കേസിൻ്റെ വിധി? ആ പ്രസംഗം പരിശോധിച്ച ഹൈക്കോടതി പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇതാണോ വലിയ രാജ്യദ്രോഹം എന്ന് പറഞ്ഞത്? എന്തായിരുന്നു ആ പ്രസംഗമെന്നും ആ പ്രസംഗത്തിൻ്റെ മാധ്യമങ്ങളുടെ തലക്കെട്ട് എന്തായിരുന്നുവെന്നും പിന്നീട് ആ കേസിലെ വിധി എന്തായിരുന്നു പരിശോധിക്കണം. അത് കഴിഞ്ഞ് ബാലകൃഷ്ണപിള്ളയെ അധികാരത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ച കെ കരുണാകരൻ എന്ത് പിള്ള ഏത് പിള്ള എന്ന് ചോദിച്ചത് നമ്മുടെ ഓർമ്മയിലുണ്ട്. കാരണം കോൺഗ്രസിൻ്റെ പൊളിറ്റിക്സിൻ്റെ ഇക്വേഷൻ മാറിയപ്പോൾ ആ രാഷ്ട്രീയം വെച്ചിട്ടുള്ള പ്രവർത്തനമായിരുന്നു അവൻ നടത്തിയത്. രാഷ്ട്രീയമായി അന്ന് യൂത്ത് കോൺഗ്രസ് ബാലകൃഷ്ണപിള്ള രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയും അതിൻ്റെ സമ്മർദ്ദം ഉണ്ടാക്കിക്കൊണ്ട് ഒരു രാഷ്ട്രീയ നാടകം കളിക്കുകയുമാണ് ചെയ്തത്. നിയമപരമായി ബാലകൃഷ്ണപിള്ള അക്കാര്യത്തിൽ കുറ്റവിധേയനായി ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ആ കോടതി വിധി വായിക്കുന്നത് നന്നായിരിക്കും. അത്തരത്തിലൊരു കോടതി വിധി ആണ് ഈ കേസിലും ഉണ്ടാകുന്നതെങ്കിൽ സജി ചെറിയാൻ ഈ ടൈമിൽ അദ്ദേഹം MLA ആയിരിക്കുന്ന മന്ത്രിയായിരിക്കുന്ന ഈ ടൈമിനകത്ത് അധികാരത്തിൽ നിന്ന് മാറി നിൽക്കണോ? പ്രസംഗത്തിൻ്റെ ഉചിതജ്ഞതയുടെ പോരായ്മകൾ കൊണ്ട് അദ്ദേഹം തന്നെ സ്വയം രാജിവെച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ ആ രാജി ഏറ്റുപറഞ്ഞ് എൻ്റെ ഭാഗത്തുള്ള കാര്യത്തിന് തെറ്റിദ്ധാരണ വേണ്ട, ഞാനിതാ രാജിവെക്കുന്നു, ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ല കാര്യങ്ങൾ വന്നത്. പിന്നീട് ക്രിമിനൽ നടപടി വരുന്നു. ആ ക്രിമിനൽ നടപടിയുമായി യഥാർത്ഥത്തിൽ ബന്ധമില്ല അദ്ദേഹത്തിൻ്റെ അധികാരത്തിലേക്കുള്ള തിരിച്ചു കയറ്റത്തിന്. അതാ ഡേറ്റുകൾ നോക്കിയാൽ അറിയാം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിന് കാത്തിരുന്നു കൊണ്ടല്ല സജി ചെറിയാനെ വീണ്ടും മന്ത്രിയാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുക്കുകയും ഗവർണർ അത് അംഗീകരിക്കുകയും ചെയ്തത്. സാധാരണ എല്ലാ കുത്തിത്തിരിപ്പുകളും ഈ കേരള സർക്കാരിൽ നടത്തുന്ന ഗവർണർ ഇക്കാര്യത്തിൽ കുത്തിത്തിരിപ്പിന് വന്നില്ലല്ലോ. എന്താ വരാതിരുന്നത്? ഈ പ്രസംഗത്തിനകത്ത് കാതലായ എന്തെങ്കിലും ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ ആ ഗവർണർ ഇദ്ദേഹത്തെ മന്ത്രിയാക്കാൻ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ എന്താണ് മിണ്ടാതിരുന്നത്? അപ്പോൾ ഗവർണർക്ക് പോലും, ഭരണഘടനയെ ദിവസേന അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്ന ഗവർണർക്ക് പോലും, ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്ഥാന നിയമസഭ പാസ്സാക്കിയ നിയമം ഉൾപ്പെടാതെ അത് ഫ്രിഡ്ജിൽ വെച്ച് സംസ്ഥാനത്തെ ജനകോടികളെ വെല്ലുവിളിക്കുന്ന, നിയമസഭയെ വെല്ലുവിളിക്കുന്ന ഗവർണർ, ആ ഭരണഘടനയെ അട്ടിമറിക്കുന്ന ഗവർണർക്ക് പോലും തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത തരത്തിലുള്ള യാഥാർത്ഥ്യമാണ് ഈ പ്രസംഗം എന്ന് പറയുന്നത്. ഏതെങ്കിലും ക്രിമിനൽ കുറ്റത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല. ഒരു മന്ത്രി സ്വയം അനാദരിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടതല്ല. പ്രസംഗവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉണ്ടായ ഒരു രാഷ്ട്രീയ പ്രസ്താവനയെ ഇത്തരത്തിലേക്ക് ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതില്ല എന്ന് ഗവർണർ നിലപാടെടുത്ത ശേഷമാണ് കോടതി അവധാനതയോടെ പറയുന്നത്. പരാതിക്കാരൻ കുറേ രേഖകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്, ആ ഫോറൻസിക് പരിശോധനകളൊന്നും നടക്കട്ടെ, അതിനടിസ്ഥാനത്തിൽ ഒരു പുനരന്വേഷണമല്ല ഒരു തുടരന്വേഷണം നടത്തിയിട്ട് എന്തെങ്കിലും പൊട്ടും പൊടി കിട്ടുന്നുണ്ടെങ്കിൽ അതുകൂടെ വെച്ചിട്ട് തീരുമാനം എടുക്ക്. ഞാൻ വരാം. സേനാപതി വേണു, അവസാനമായി
ഈ വിഷയത്തിൽ ഇപ്പോൾ ബാലകൃഷ്ണപിള്ളയുടെ കാര്യം താങ്കൾ ഉദാഹരിച്ചപ്പോൾ ഇവിടെ അനിൽകുമാറിൻ്റെ മറുപടി വന്നു. ആ കേസിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടോ, ഹൈക്കോടതി എന്താണ് പറഞ്ഞത്, ഹൈക്കോടതിയെ പോലും ചിരിപ്പിച്ചില്ലേ എന്ന് പറഞ്ഞു. അതിലൊരു രാഷ്ട്രീയ വിവാദം ഉണ്ടായി. അതിൻ്റെ തിക്താനുഭവം അല്ലെങ്കിൽ അതിൻ്റെ ഫലമായ തീരുമാനങ്ങളൊക്കെ ബാലകൃഷ്ണപിള്ളയ്ക്ക് അന്ന് എടുക്കേണ്ടി വന്നു, മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ കേസുമായി പോയപ്പോൾ എന്ത് സംഭവിച്ചു, അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഇവിടെ ശ്രീ അനിൽകുമാർ സൂചിപ്പിച്ചു. സമാനമായി ഈ വിഷയത്തിൽ തൽക്കാലം അതുമായി അതിൽ നിന്ന് മാറ്റിവെക്കാം. ഈ വിഷയത്തിൽ നിങ്ങൾക്കുദ്ദേശിക്കും വിധത്തിലേക്ക് അധിക ദൂരം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഈ രാജ്യാവശ്യം ഉന്നയിക്കുന്ന പ്രതിപക്ഷത്തിന് തന്നെ നന്നായിട്ടറിയാവുന്നതല്ലേ? മന്ത്രി സജി ചെറിയാൻ രാജിവെച്ച അതേ സാഹചര്യം, ദ സെയിം സിറ്റുവേഷൻ ഇപ്പോഴും നിൽക്കുകയാണ്. അന്ന് ധാർമ്മികതയുടെ പേരിൽ മാത്രമല്ല, ഭരണഘടനയെ അവഹേളിച്ചു എന്നുള്ള ഒരു ഗുരുതരമായ കുറ്റകൃത്യം അദ്ദേഹത്തിന്റെ പേരിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ മന്ത്രിസഭയിൽ തിരിച്ചെടുത്തത് ശ്രീ അനിൽകുമാർ പറഞ്ഞ പോലെയല്ല. മന്ത്രിസഭയിൽ തിരിച്ചെടുത്തത് തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ കേസിൽ എന്താ പറഞ്ഞ ഭരണഘടനയെ ആക്ഷേപിച്ചതോ അധിക്ഷേപിച്ചതോ ആയിട്ട് ഇല്ല എന്നൊരു റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് കൊടുത്തതിന്റെ പേരിലാണ്. അതാണ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ്? 15-ാം പേജ് തന്നെ ഞാൻ ആവർത്തിക്കുന്നു. ഹൗ ഓവർ ദിസ് കോർട്ട് ഹാസ് ഓൾറെഡി ഫൗണ്ട് ദാറ്റ് എ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഇസ് റിക്വയർഡ്. അപ്പൊ മുമ്പ് കൊടുത്ത റിപ്പോർട്ട് അപൂർണമാണ്, അല്ലെങ്കിൽ ആ റിപ്പോർട്ട് തെറ്റാണ്. അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്റെ ചോദ്യം അതല്ല, നിങ്ങൾക്ക് പൊളിറ്റിക്കലി നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആയതുകൊണ്ടാണ് സേനാപതി, ഡിസ്പ്യൂട്ടില്ലല്ലോ. വേണ്ട, ഒരു നിമിഷം പോലും ഇനി മന്ത്രിക്ക് മന്ത്രിയായി തുടരാനുള്ള ധാർമ്മികമായ അവകാശമില്ല. കാരണം ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് ഒറ്റ വാചകത്തിൽ പ്രതിപക്ഷത്തിന് ഈ ഡിമാൻഡുമായി എത്ര മുന്നോട്ട് പോകാനാകും? വളരെ ചുരുക്കി, വളരെ ചുരുക്കി. ഇത് പൊളിറ്റിക്കൽ ഡിമാൻഡാണല്ലോ. ഇത് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ അകത്ത് പറഞ്ഞ് തേഞ്ഞ് പഴകിയാലും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നത്തിങ് ഡൂയിങ്, ഒന്നും ചെയ്യാൻ കഴിയില്ല ഇത്തരം കാര്യങ്ങളിലൊക്കെ. ഞാൻ ഒരു കാര്യം, ഒറ്റ കാര്യം സൂചിപ്പിക്കുക, പെട്ടെന്ന് സമയമില്ലാത്തതുകൊണ്ട്. 2023 മാർച്ച് 23, കഴിഞ്ഞ വർഷം മാർച്ച് 23-നാണല്ലോ രാജീവ് ഗാന്ധിയെ അയോഗ്യനാക്കിയത്. അന്ന് പിന്നെ കോടതി വിധി മാനിച്ച് രാജീവ് ഗാന്ധിക്കെതിരെ ഇടതുപക്ഷം എന്തെങ്കിലും പ്രസ്താവന ഇറക്കിയോ? കൂടെ നിൽക്കുകയല്ലേ ചെയ്തത്. ഇപ്പൊ കൂടെ നിൽക്കണമെന്നും പറയുന്നില്ല. ഒരു മര്യാദ കാണിക്കാനെങ്കിലും ഈ ഹൈക്കോടതി ഉത്തരവിന്റെ വെളിച്ചത്തിൽ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ലല്ലോ. ഹാ കഷ്ടം എന്ന് മാത്രമേ പറയാൻ. ശ്രീ അനിൽകുമാർ, പ്രതിപക്ഷത്തിന് എത്ര മുന്നോട്ട് പോകാനാകും? എന്താണ് വിചാരിക്കുന്നത്? വളരെ ചുരുക്കി. അല്ല, പ്രതിപക്ഷം 1-2 പിണറായി സർക്കാരുകളുടെ കാലത്ത് മന്ത്രിമാരെ തുടർച്ചയായിട്ട് വേട്ടയാടിക്കൊണ്ടിരുന്നവരാണ്. ഏത് മന്ത്രിയാണ് ഇവർ വേട്ടയാടാത്തത്? ഏത് മന്ത്രിയാണ് ഇവർ അപമാനിക്കാത്തത്? ഓരോ മന്ത്രിയെയും അപമാനിക്കാനും വേട്ടയാടാനും ആ മന്ത്രിയുടെ ഷാഡോ മിനിസ്റ്ററെ നിർമ്മിച്ചിരിക്കുകയാണ് UDF. അതായത് സഹകരണ വകുപ്പ് മന്ത്രി അപമാനിക്കണമെങ്കിൽ ഒരു സഹകരണ വകുപ്പിൻ്റെ ചുമതലയുള്ള ഒരാൾ, അവർക്കൊരു ബദൽ നിഴൽ മന്ത്രിയുണ്ട്. അദ്ദേഹമാണ് ഈ മന്ത്രിക്കെതിരായ നുണകൾ നിർമ്മിക്കേണ്ടത്. എന്തായാലും ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമായി അറ്റവും മുറിയും കിട്ടിയിട്ട് കുറച്ച് കാലം ആഘോഷിക്കാൻ പ്രതിപക്ഷത്തിന് ആയുസ് ഉണ്ടാകട്ടെ. അത് പ്രതിപക്ഷത്തിരിക്കാനുള്ള ആയുസ് മാത്രമേ നിങ്ങൾക്കുണ്ടാവുള്ളൂ. ഒരു തരത്തിലും കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കുന്ന വാദങ്ങളല്ല പ്രതിപക്ഷം ഉന്നയിക്കുന്നത് എന്നുള്ളത് നിറഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ കണ്ടത്. 1-ാം പിണറായി സർക്കാരിന് തുടർച്ച ഉണ്ടായത് അതുകൊണ്ടാണ്. ഈ സർക്കാരിനും തുടർച്ച ഉണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഏതായാലും ഹൈക്കോടതി പറയുന്നത് പോലെ അന്വേഷണം മുന്നോട്ട് പോകട്ടെ, നിയമവഴിയിൽ കാര്യങ്ങൾ പരിശോധിക്കപ്പെടട്ടെ. പക്ഷേ ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷം ശ്രമിച്ചാൽ പ്രതിപക്ഷത്തിന് എത്രമാത്രം മുന്നോട്ട് പോകാനാകും എന്ന വലിയ സംശയം സ്വാഭാവികമായും അവർക്കിടയിൽ തന്നെയുണ്ട്. പക്ഷേ കിട്ടിയ ഒരു ആയുധത്തെ അവസരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചതാണോ പ്രതിപക്ഷ നേതാവെന്ന ചോദ്യം അവിടെയുണ്ട്. കാരണം ഹൈക്കോടതി വളരെ സ്പഷ്ടമായി അന്വേഷണം എങ്ങനെ വേണം എന്ന് പറയുമ്പോൾ തന്നെ മന്ത്രിയായി സജി ചെറിയാന് തുടരുന്നതിനുള്ള ഒരപാകതയും ഒരു തടസ്സവും ഒരു പരാമർശത്തിൽ പോലും ഇന്നത്തെ ഈ ഉത്തരവിൽ നൽകിയിട്ടില്ല എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുകൂടിയാണ്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. 9 PM-മായി അസിത ഉടനെത്തും.